ഈ കഴിഞ്ഞ രാത്രിയിൽ വായിച്ച് വെച്ച വേദഭാഗം, ആ വായിച്ചു വെച്ച വേദഭാഗം 63-ാം അധ്യായം യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 63-ാം അധ്യായത്തിൽ നിന്നാണ്. 63-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ കാണുന്ന ആ അധ്യായത്തിൽ കാണുന്ന ആ വിഷയമെന്ന് പറയുന്നത്, മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ 2-ാം പകുതിയിൽ ഇറങ്ങി വന്ന് യുദ്ധം ചെയ്ത് തീർത്തിട്ട് കയറി വരുന്ന കർത്താവിൻ്റെ ചിത്രമാണ്. കർത്താവാണ് ആ യുദ്ധം ചെയ്യുന്നത്. 1-ാം പകുതി ഇപ്പോൾ വരാൻ പോവുകയാണ്. ഏത് നിമിഷത്തിൽ 1-ാം പകുതി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. 1-ാം പകുതി, മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആദ്യ ഭാഗം ഏത് സെക്കൻഡിൽ വേണമെങ്കിലും ആരംഭിക്കാം. ആ ആദ്യ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, പടക്കൂട്ടങ്ങൾ, രാഷ്ട്രങ്ങൾ, ആ യുദ്ധത്തിനുള്ള സംവിധാനങ്ങൾ, ആ യുദ്ധത്തിനുള്ള കാരണങ്ങൾ, ഇവയെല്ലാം വളരെ കൃത്യമായി ഒരുക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് ലോക ചരിത്രം, സംഭവങ്ങൾ, ദിനംതോറുമുള്ള പ്രവചന നിവൃത്തികളുടെ ദിനവൃത്താന്തങ്ങൾ ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാകാവുന്നതാണ്. ഏത് നിമിഷത്തിലും കർത്താവ് വരും. പ്രൈസ് ദി ലോർഡ്. ആ യുദ്ധം തുടങ്ങുന്നതിന് മുൻപോ യുദ്ധം തുടങ്ങിയതിന് ശേഷമോ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ചേർന്ന് രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അത് ഏത് നിമിഷത്തിൽ നടക്കുമെന്ന് നമുക്ക് പറയാനാകാത്ത വിധം അത്രമാത്രം അത് ഞെരുങ്ങിയിരിക്കുകയാണ്. മൂന്നാം ലോകം മഹായുദ്ധത്തിൻ്റെ 1-ാം ഭാഗമെന്ന് പറയുന്നത് ഒരു മുന്നറിയിപ്പും കൂടാതെ വരുന്നൊരു യുദ്ധമായിരിക്കും. അതിനെക്കുറിച്ച് കഴിഞ്ഞ വർഷം ഇവിടെ പ്രസംഗിച്ചപ്പോൾ ഒന്ന് തൊട്ട് മുമ്പോട്ട് പോയി, കർത്താവ് അനുവദിച്ചാൽ നമുക്കതിനെക്കുറിച്ച് അല്പം കൂടെ വിശദമായി ചിന്തിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. എന്നാൽ മൂന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് എതിർക്രിസ്തുവിൻ്റെ 7 വർഷത്തെ ഭരണം കഴിഞ്ഞ് എതിർക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ ലോക രാഷ്ട്രങ്ങളിലെ വൻകിട സൈന്യങ്ങൾ ഇസ്രയേലിനെ നശിപ്പിച്ചു കളയുന്നതിന് വേണ്ടി വരുന്ന ആ സന്ദർഭത്തിൽ ഹർമഗദോനിലേക്ക്, മെഗിദ്ദോ താഴ്വരയിലേക്ക് ഇവർ വരുന്ന ആ സന്ദർഭത്തിൽ കർത്താവ്, യഹൂദനപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ സന്ദർഭത്തിലുള്ള കർത്താവിൻ്റെ നേരിട്ടുള്ള ഇടപെടലാണ്. നേരിട്ട് യേശുക്രിസ്തു ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുന്ന സംഭവമാണ് നമ്മൾ 63-ാം അധ്യായം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ചത്. സ്തോത്രം. ആ വേദഭാഗത്തിലേക്ക് വരുന്നതിന് മുൻപേ അത് വായിച്ചങ്ങനെ നമ്മളൊരു ബേസാക്കി വെച്ചിരിക്കുകയാണ്. ആ വേദഭാഗത്തിലേക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ എത്തും. സ്തോത്രം. വരുന്നതിന് മുൻപേ അതിനു മുൻപ് നടക്കേണ്ട ചില കാര്യങ്ങൾ, സ്തോത്രം, നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ദൈവവചനത്തിൻ്റെ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകാൽ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായി, സ്തോത്രം, സമയമെടുത്ത് ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സമയമെടുത്ത് എന്ന് പറയുമ്പോൾ ആരും ആശങ്കപ്പെടേണ്ട. ഇന്നലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സമയം ഇന്ന് ലാഭം വരുന്ന രീതിയിൽ ഞാൻ നിർത്തും. ഇന്നലെ നമുക്ക് വിലപ്പെട്ട സമയം നഷ്ടപ്പെട്ടു പോയല്ലോ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഏതാണ്ട് 9:30-9:15 വരെ പോയി. ആ നഷ്ടപ്പെട്ട വിലപ്പെട്ട സമയമുണ്ടല്ലോ, ആ വിലപ്പെട്ട സമയം ഇന്ന് ലാഭം വരുന്ന രീതിയിൽ ഇന്ന് ഞാനത് ഇടിച്ചു നിർത്തും. ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രാർത്ഥനയ്ക്കായി പിന്നെയും തലവണക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയ്ക്കായി, അനുഗ്രഹിക്കപ്പെട്ട നിന്റെ ജനത്തിനായി, നിന്റെ ഓഹരിക്കായി തിരുനാമത്തെ വാഴ്ത്തുന്നു. ഈ സന്ധ്യയിൽ ഇപ്രകാരം സ്വർഗത്തിലെ ദൈവോടിയങ്ങൾക്ക് ഒരുക്കി തന്ന ശാന്തമായ, സുന്ദരമായ, ആത്മനിർഭരമായ നിമിഷങ്ങൾക്കായി തിരുനാമത്തെ വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അടിയങ്ങളോട് വളരെ വ്യക്തമായി സംസാരിക്കണമേ. കൃത്യമായ വാക്കും വാചകങ്ങളും ആശയങ്ങളുടെ കലവറകളും തുറന്നു തന്ന് പരിശുദ്ധാത്മാവാൻ ദൈവമേ അന്തരീക്ഷത്തിൻ്റെ പരിപൂർണ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്നവർക്കും ദേശത്ത് കേട്ടുകൊണ്ട് നിൽക്കുന്ന പുറത്തുള്ളവർക്കും ഇത് യൂട്യൂബിൽ നിരീക്ഷിച്ചുകൊണ്ടായിരിക്കുന്ന ആയിരങ്ങൾക്കും ഇത് വളരെ പ്രയോജനകരമാകത്തക്ക വിധത്തിൽ, സ്തോത്രം, ഈ ശബ്ദ സംവിധാനത്തിന് യാതൊരു പ്രശ്നവും വരാതെ, വെളിച്ച വിധാനത്തിന് യാതൊരു പ്രശ്നവും വരാതെ, ലൈവിന് യാതൊരു പ്രശ്നവും വരാതെ പരിശുദ്ധാത്മാവാം ദൈവം തുടർമാനമായി സംസാരിച്ച് ഇന്ന് പകലിൽ അവിടുന്ന് വിജയമെടുക്കുമാറാകണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അടിയനെ ഏൽപ്പിക്കുകയാണ്. അടിയൻ തിരുസന്നിധാനത്തിൽ കേവലം ഒരു ഉപകരണമായി നിലകൊള്ളും
കൊടുക്കുമ്പോൾ അവിടുന്ന് ആഗ്രഹിക്കുന്നതെല്ലാം പറയേണ്ടതിനുള്ള സ്വാതന്ത്ര്യത്തിൽ ദൈവം അടിയനെ ഉപയോഗിക്കേണ്ടതിന് ഏൽപ്പിച്ചു തരുന്നു. പ്രയോജനമുള്ളതൊന്നും മറന്നു പോകാൻ ഇടയാക്കരുതേ കർത്താവേ, മറഞ്ഞു പോകുവാൻ ഇടയാക്കരുതേ കർത്താവേ. വാക്കിൽ, പ്രവൃത്തിയിൽ, ചിന്തയിൽ, മനോഭാവങ്ങളിൽ, പ്രവൃത്തികളിലൊക്കെ, കാഴ്ചപ്പാടുകളിലൊക്കെ കടന്നു വന്ന സകല പാപങ്ങളെയും ക്ഷമിച്ച് തങ്കരക്തത്താൽ അടിയനെ കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പാക്കി നിമിഷങ്ങളുടെ വിജയത്തിനായി ദൈവം നിർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ സ്തോത്രം. നമ്മൾ ഇന്നലെ വായിച്ച വേദഭാഗത്തിൽ നമ്മൾ കണ്ടത് ഒറ്റയ്ക്ക് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ യുദ്ധം ഒറ്റയ്ക്ക് ജയിച്ച് ഒറ്റയ്ക്ക് പൊരുതി വരുന്ന യേശു കർത്താവിനെ കുറിച്ചാണ്. ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. എന്നാൽ അതിനു മുൻപേ ആ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങി വരുന്ന കർത്താവിൻ്റെ ഒരു ദൃശ്യത്തിലേക്ക് നമുക്ക് വരാം. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ പോരാട്ടത്തിന് നീതിയുണ്ട്, അവന്റെ വിധികൾക്ക് നീതിയുണ്ട്. സ്തോത്രം. അപ്പോൾ നീതിയോടെ വിധിക്കുകയും പോരാടുകയും കൃത്യമായി ചെയ്യുന്ന ഒരു ഭരണാധികാരിയും നാളിതുവരെ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അല്പസ്വല്പം അനീതി കാണിക്കാതെ ഒരു രംഗത്തും ഒരു അധികാരിക്ക് നിൽക്കാൻ സാധ്യമല്ല. അല്പസ്വല്പം അനീതി കാണിക്കാതെ ഒരു പോരാട്ടത്തിലും ഒരു വ്യക്തിക്ക് നിൽക്കാൻ സാധ്യമല്ല. എന്നാൽ ഇവിടെ ഇതാ, ലോകത്തിൽ ഏറ്റവും കൃത്യമായി നീതിയോടെ വിധിക്കുന്നവൻ, ന്യായത്തോടെ കർത്തൃത്വം നടത്തുന്നവൻ, അങ്ങനെ ഒരു വെള്ളക്കുതിരപ്പുറത്ത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഈ സ്വർഗത്തിൽ നിന്ന് വെള്ളക്കുതിരപ്പുറത്ത് ഇറങ്ങി വരിക എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ ആധുനിക കാലത്തിന്റെ വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിന്റെ കണ്ണടയിലൂടെ പരിശോധിക്കുമ്പം അതൊക്കെ അങ്ങനെയാണോ എന്ന് നമുക്ക് തോന്നാം. ശരിക്കും ഞാനും അതങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. അന്നത്തെ യോഹന്നാന് മനസ്സിലാകുന്ന ഭാഷയിൽ ആ പ്രതീകങ്ങളെ ദൈവം അവതരിപ്പിച്ചു എന്നാണ് ഞാനിതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അന്ന് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവൂ. കാരണം അന്ന് അവർ കണ്ടിട്ടുള്ളത് അതാണ്. കുതിരകളെ, നായകന്മാർ സഞ്ചരിക്കുന്ന വെള്ളക്കുതിരകളെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ അന്ന് അവരൊക്കെ കണ്ടിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. അതുകൊണ്ട് അവർക്ക് കണ്ട പ്രതീകങ്ങൾ, ഈ കാലത്തിന്റെ യുദ്ധായുധങ്ങളെയൊക്കെ ആ കാലത്ത് ദൈവം കാണിച്ചു കൊടുത്തെങ്കിലും അത് അവർക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. മറ്റൊരിടത്ത് നമ്മൾ വായിക്കുമ്പം എന്താ സ്തോത്രം, അവന്റെ സന്നാഹ ദിവസത്തിൽ രഥങ്ങൾ ഒരു കലകുകളാൽ ജ്വലിക്കുന്നു. രഥങ്ങൾ സ്തോത്രം തെരുവീഥികളിൽ ചടുചടെ ചാടുന്നു. മിന്നൽ പോലെ അവ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അവ തീപ്പന്തങ്ങളെ പോലെ കാണുന്നു എന്നൊക്കെയുള്ള പ്രയോഗം ഞാൻ വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാലത്തെ ഏതോ നഗരത്തിന്റെ നടുവിലേക്ക് ദൈവം പ്രവാചകനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. കാറുകളും ജീപ്പുകളും ബൈക്കുകളും മറ്റു വാഹനങ്ങളും ഒക്കെ ഓടുമ്പം ഈ രഥം എന്ന സഞ്ചാരവാഹനമല്ലാതെ മറ്റൊന്നും അവർക്ക് പരിചയമില്ലല്ലോ. ഈ കാറും ജീപ്പും ബൈക്കുകളും ആൾക്കാരതിലുണ്ട്. ഇതിന് രഥമെന്ന് വിളിക്കാനേ ആർക്ക് പറ്റത്തുള്ളൂ? പ്രവാചകന് പറ്റത്തുള്ളൂ. അവയെ തീപ്പന്തങ്ങളെ പോലെ കാണുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഹെഡ്ലൈറ്റ് ഇട്ടുകൊണ്ട് നമ്മുടെ വാഹനങ്ങൾ പോകുമ്പം ആ കാഴ്ചയാണ് അവിടെ കാണുന്നത്. പഴയ രഥത്തിന്റെ കാഴ്ചയല്ല. അത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ഒരു പ്രതീകം കാണിച്ചു കൊടുക്കുമ്പോൾ, ഒരു വെളിപ്പാട് കാണിച്ചു കൊടുക്കുമ്പോൾ ആ കാലഘട്ടത്തിന്റെ അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് മാത്രമേ അത് വ്യക്തികൾക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ സ്തോത്രം പ്രവചന വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടുള്ള ആദ്യകാല പിതാക്കന്മാരും പണ്ഡിതരുമായവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാലും അത്തരം ചില വിജ്ഞാന കുറവുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കേരളത്തിലെ വളരെ പ്രശസ്തനായിരുന്ന ഒരു പ്രവചന പണ്ഡിതൻ എഴുതിയ വെളിപ്പാട് പുസ്തക വ്യാഖ്യാനത്തിൽ അദ്ദേഹം സ്തോത്രം എഴുതിയിരുന്നത്, ഹല്ലേലൂയ, ഈ RFID ചിപ്പുകൾ എന്ന് പറയുന്ന നമുക്കറിയാവുന്ന കാര്യമുണ്ടല്ലോ, 666 എന്ന് പറയുന്ന മുദ്ര ഉള്ള ആ ചിപ്പുകളെ കുറിച്ച് അദ്ദേഹം എഴുതിയിരുന്നത്, അദ്ദേഹം അങ്ങനെയാണത് മനസ്സിലാക്കിയത്. പുരാതന കാലത്ത് മൃഗങ്ങളെയും അടിമകളെയും സീല് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു, അവരിൽ സീല് ധരിപ്പിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലായത്. ആ
സീലടിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സീല് പഴുപ്പിച്ച് ശരീരത്തിൽ വെക്കുക. അദ്ദേഹം അങ്ങനെ എഴുതി വെച്ചത്. കാരണം അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിയില്ല. നെറ്റിയിലോ കയ്യിലോ സീല് പതിപ്പിക്കുക എന്നതാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. എന്നാൽ നമുക്കറിയാം അതങ്ങനല്ല. RFID ചിപ്പുകളാണ്, ബയോ കമ്പാറ്റിബിൾ ഗ്ലാസ് ക്യാപ്സൂളുകളാണത്. അതിനകത്ത് 20,000 പേജ് ഡാറ്റ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അടൂരിൽ പ്രസംഗിച്ചപ്പം ഓർക്കപ്പുറത്ത് 2,000 പേജ് ഡാറ്റ എന്നാണ് പറഞ്ഞത്. അത് പ്രസംഗിക്കുമ്പോഴൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു നാക്കുപിഴവാണ്. അതുകൊണ്ടൊന്ന് ഓർപ്പിക്കുകയാണ്. എന്നെ ഒരാൾ ഓർപ്പിച്ചു. കാരണം ഇത് വീഡിയോസ് പലയിടത്ത് വരുന്ന ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്നെ ഒരാൾ ഓർപ്പിക്കുകയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഓർത്ത് പറയുന്നത്. 20,000 പേജ് ഡാറ്റ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ബയോ കമ്പാറ്റിബിൾ ഗ്ലാസ് ക്യാപ്സൂളാണത്. അതിനകത്തൊരു ചിപ്പുണ്ട്. ഇത് മൊത്തത്തിൽ ഒരു അരിമണിയുടെ വലിപ്പമേ ഉള്ളൂ. ഇത് നെറ്റിയിലേക്കും കൈകളിലേക്കും പ്രവേശിപ്പിക്കുക എന്ന കാര്യമാണ് 666 ബേസിലുള്ള ഒരു സംഖ്യ അതിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തിക്കും വേറെ വേറെ സംഖ്യ കൊടുക്കുന്ന പരിപാടിയാണത്. അതിനെക്കുറിച്ചാണ് അന്ന് അപ്പോസ്തലൻ പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിനും അത് മനസ്സിലായില്ല. മുദ്ര ഏൽക്കുക എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം അത് മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞത് പലതും പ്രവചനത്തിൽ ദൈവം എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്, ദൈവം പ്രതീകാത്മകമായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിലെ വസ്തുതകൾ പറഞ്ഞിരിക്കുന്നത് എന്ന് ദൈവജനം, ദേശനിവാസികൾ, കേൾക്കുന്നവരൊക്കെ ശ്രദ്ധയോടെ വിചാരിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം പ്രതീകാത്മകമായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തിനാണ് ഈ പ്രതീകാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്നതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, സാഹിത്യകൃതികളുടെ സ്തോത്രം അതിൻ്റെ ക്ലാസിക് സ്വഭാവങ്ങളിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ പ്രതീകാത്മകമായ വസ്തുതകളെ ആവിഷ്കരിച്ചിട്ടുള്ള കൃതികളാണ് ക്ലാസിക് കൃതികളായി മാറുന്നത്. എല്ലാ കാലത്തും ആപ്ലിക്കബിളായി വരുന്നത് അവയാണ്. എല്ലാ കാലത്തും പ്രസക്തമായി വരുന്നത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൻ്റെ സ്തോത്രം വസ്തുതാ വിവരണങ്ങൾ അതുപോലെ വെക്കുന്നതിനേക്കാൾ പ്രതീകാത്മകമായി ജോൺ കീറ്റ്സിൻ്റെ കവിതകൾ ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്തെ വൈകാരിക ആവിഷ്കാരങ്ങളുടെ പ്രതീകങ്ങളെ പരിശോധിച്ചാൽ എല്ലാ കാലത്തും ആ പ്രതീകങ്ങൾ ആപ്ലിക്കബിൾ ആണ്. ഒരു ക്ലാസിക് കൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും അതിർവരമ്പുകളെ അതിലംഘിച്ചുകൊണ്ട് മനുഷ്യവംശം ഉള്ളിടത്തോളം കാലം നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു ആവിഷ്കാരത്തെയാണ്, ഒരു സർഗാവിഷ്കാരത്തെയാണ് ഒരു ക്ലാസിക് കൃതി എന്ന് നമ്മൾ പറയുന്നത്. അതിൽ പലതും, മിക്കവാറും പലതും പ്രതീകാത്മകമാണ്. അത് വായിച്ച് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പല മേഖലകളിലെയും പല ഇടങ്ങളിലെയും എഴുത്തുകൾ പ്രതീകാത്മകമാണ്. ആ കുതിര സ്വർഗ നിന്ന് ഇറങ്ങി വരുന്നത് കാണുന്നു എന്നൊക്കെ പറയുമ്പം അതെന്താണ് എന്നത് നമ്മൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ദൈവത്തിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രൈസ് ദി ലോർഡ്. ആ എഴുത്തുകാരന്റെ കാലഘട്ടത്തിൽ ഉള്ള പ്രതീകങ്ങളെ എടുത്തു വെച്ചുകൊണ്ടാണ് ദൈവം സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ആ കാഴ്ച അങ്ങനെ കാണുന്നത്. ഞാനിങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ബൈബിൾ സ്തോത്രം ഒരു പുരാതന ഗ്രന്ഥമാണ്. കുറേ പൊട്ടന്മാരെഴുതി ഉണ്ടാക്കിയ പുസ്തകമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ടായി പറയുന്നത്. സ്തോത്രം. ഇതൊക്കെ എടുത്തു കാണിച്ച് അവർ ചിരിക്കും. അത് ആകാശത്തു നിന്നൊരു കുതിര ഇറങ്ങി വരിക എന്നൊക്കെ പറഞ്ഞാൽ അവർക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. സ്തോത്രം. അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രതീകാത്മക സ്വഭാവം മനസ്സിലാക്കാത്തിടത്തോളം കാലം, ഈ സിംബലുകളെ മനസ്സിലാക്കാൻ കഴിയാത്തിടത്തോളം കാലം ഇതിൻ്റെ വ്യാഖ്യാനം ഒരിക്കലും ആർക്കും നടത്തിയെടുക്കാൻ കഴിയില്ല ശരിയായ വിധത്തിൽ. അങ്ങനെ സിംബലുകളെ മനസ്സിലാക്കാതെ വ്യാഖ്യാനിച്ചവരാണ് തെറ്റായ അർത്ഥതലങ്ങളുള്ള ചലച്ചിത്രങ്ങൾ എടുത്തതും മറ്റു പല വിധത്തിലുള്ള കൾട്ടുകൾ രൂപപ്പെടുത്തിയതും ശരിയായ മനസ്സിലാക്കലുകൾ സാധ്യതപ്രായമാക്കിയിട്ടില്ലാത്ത മനുഷ്യരാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തെ സമീപിക്കുമ്പോഴൊക്കെ നമ്മൾ ഓർക്കണം, കറക്റ്റ് ആ സിംബലിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആധുനിക ചരിത്രത്തെയും ആ വളർന്നു നിൽക്കുന്ന മാനവികതയുടെ ഉത്തുംഗ ശിഖരങ്ങളിൽ എത്തി നിൽക്കുന്ന സാംസ്കാരിക സവിശേഷതകളെയും ശാസ്ത്രത്തെയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ ദൈവവചനത്തിലെ പ്രതീകാത്മക പ്രവചനങ്ങളെ വിശകലനം ചെയ്യാൻ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. സ്തോത്രം. ഇനി വായിക്കാം ആ ഭാഗം. അവന്റെ കണ്ണ് അഗ്നിജ്വാല. അവന്റെ കണ്ണ് അഗ്നിജ്വാല. ഈ വരവിനൊരു പ്രത്യേകതയുണ്ട്. ഒരു സെക്കൻഡ് അത് നിർത്തി നമുക്ക് വായിക്കാം. അവന്റെ കണ്ണ് അഗ്നിജ്വാല. സ്തോത്രം. പണ്ടത്തെ കാലം മാറിയെന്നർത്ഥം. കാൽവരിയുടെ ഗിരിതടങ്ങളിൽ ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിടുന്നതിന് മുൻപ് ജനങ്ങൾക്കിടയിൽ നന്മ ചെയ്ത് സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും അവന്റെ കണ്ണ് നിറഞ്ഞിരുന്നു. കരുണയുടെ കടലുള്ള കണ്ണായിരുന്നു അത്. മഹാദയ നിറഞ്ഞു നിന്നിരുന്ന കണ്ണാണത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മണവാട്ടി സഭ എടുക്കപ്പെട്ടതിന് ശേഷം പിന്നീട് അവന്റെ കണ്ണ് അങ്ങനല്ല ദൈവവചനത്തിൽ പലയിടത്തും എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രാരംഭ
ആരംഭ ഭാഗത്ത് അവന്റെ കണ്ണിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവന്റെ കണ്ണിൽ നിന്ന് അഗ്നിജ്വാലകൾ പുറപ്പെടുന്നു. ആർക്കും നോക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ക്രോധത്തിന്റെയും കോപത്തിന്റെയും മഹാസംഗ്രഹമായ സർവശക്തനായ ദൈവത്തിന്റെ പ്രപഞ്ച ഭരണാധികാരി എന്ന ഈ യഥാർത്ഥ പദവി വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. ഇതുവരെ നമ്മൾ കണ്ടില്ല കാര്യങ്ങളൊന്നും. പലരും ധരിച്ചു വച്ചിരിക്കുന്നത്, സ്തോത്രം, ഒരിക്കലൊരു സ്ത്രീ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ ഇങ്ങനൊരു ചോദ്യം അവർ ചോദിച്ചു വെച്ചത് ഞാൻ ഓർക്കുകയാണ്. ആ ചോദ്യം എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. നിങ്ങളാരെ ആരാധിക്കുന്നേ? നിങ്ങളാരെ ആരാധിക്കുന്നേ? നിങ്ങളാരെ ആരാധിക്കുന്നേ? നിങ്ങൾ ഒരു കുരിശിൻ്റെ മുകളിൽ കിടന്ന് സ്വയം രക്ഷിക്കാൻ കഴിയാതെ ഉറക്കെ നിലവിളിച്ച് ചത്തുപോയ ഒരാളല്ലേ നിങ്ങൾ ആരാധിക്കുന്നേ? എന്നാൽ ഞങ്ങൾ ആരാധിക്കുന്ന സ്തോത്രം മൂർത്തികൾ അങ്ങനെയല്ല. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ശത്രുവിനെ നിഗ്രഹിച്ച് തൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ഭാവി ഒരുക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയുണ്ടായി. കാൽവരിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് അവർക്ക് മനസ്സിലായില്ല. ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഒരാൾക്കും കാൽവരി എന്തെന്ന് മനസ്സിലാവില്ല. ആത്മമണ്ഡലത്തിലേക്ക് കടന്ന് ആത്മാവിന്റെ ദൃഷ്ടിയെ തുറന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, ലോക ചരിത്രത്തിൽ കണ്ടതിൽ ഏറ്റവും ഒരു വലിയ മഹാവിജയമാണ് കാൽവരിയിൽ നടന്നത്. യേശുക്രിസ്തു ക്രൂശിൽ ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിടുമ്പോൾ മനുഷ്യവംശത്തിന്റെ പാപത്തിന്റെ പരിണിത ഫലമായ നിത്യ നരകത്തിനായി പിശാച് വാദിച്ചു കൊണ്ടിരിക്കുന്നിടത്ത് ആ നിത്യ നരകത്തിന്റെ അവകാശ ഓഹരികൾ ഓരോന്നും സ്വന്തം ശരീരത്തിൽ ഇഞ്ചിഞ്ചായി ഏറ്റുവാങ്ങി വീണ്ടെടുക്കപ്പെടുവാനുള്ളവർക്ക്, തന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക്, നിത്യജീവനായി മുൻനിയമിക്കപ്പെട്ടവർക്ക് വേണ്ടി അവൻ ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിടുകയായിരുന്നു. അത് അവനല്ല ഉറക്ക നിലവിളിച്ചത്, നമ്മളാണ് അവിടെ നിലവിളിക്കുന്നത് എന്നറിയണം. ഉറച്ച നിലവിളി അവൻ നടത്തിയെന്ന് പറയുമ്പോൾ നമുക്ക് പകരമാണത്. യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യവംശത്തിന്റെ പാപത്തിന്റെ പരിപൂർണ പരിഹാരത്തിന് വേണ്ടി കുരിശിൽ ഉറക്കെ നിലവിളിച്ച് മരിക്കുക എന്നത് മാത്രമല്ല, ഒരു സമ്പൂർണ്ണ മനുഷ്യനായി ജീവിതത്തിന്റെ മാതൃക തെളിയിച്ചു കാണിക്കുക എന്നതും കൂടിയാണ്. എങ്ങനെയുള്ള മനുഷ്യൻ? ദൈവസന്നിധിയിൽ എങ്ങനെ മനുഷ്യൻ നിൽക്കണം, ദൈവസന്നിധിയിൽ എങ്ങനെ മനുഷ്യൻ ആയിത്തീരണം എന്നതിനെ സംബന്ധിച്ച വളരെ വ്യക്തമായ ഒരു പാഠമാണ്. ഈ സമ്പൂർണ്ണ മനുഷ്യൻ എന്ന മാതൃകയും സമ്പൂർണ്ണ ദൈവം എന്ന മാതൃകയും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ഒരുപാട് പേർക്ക് തെറ്റിപ്പോകാറുണ്ട്. അങ്ങനെ തെറ്റിപ്പോകുന്നത് കൊണ്ടാണ് ഈ ദുരുപദേശങ്ങൾ ഒരുപാട് കയറി വന്നത്. യേശു എന്ന സമ്പൂർണ്ണ മനുഷ്യൻ, ആ സമ്പൂർണ്ണ മനുഷ്യനായി മാത്രം നിലനിൽക്കുന്ന പ്രവർത്തിക്കുന്ന ചില നിമിഷങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് വേണം പിതാവ് എന്ന ആ സ്ഥാനത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ചുള്ള വിചാരങ്ങളിൽ ചിന്തിക്കാൻ. അങ്ങനെ ചിന്തിക്കുന്നില്ലെങ്കിൽ ഒരുപാട് ദുരുപദേശമുണ്ടാകാം. ദൈവവചനത്തെ വിവേചിക്കുന്നതിന്, അതിനെ വിഭാഗിക്കുന്നതിന്, അതിനെ വിശകലനം ചെയ്യുന്നതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നായകത്വം വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. സ്തോത്രം. കാൽവരിയിൽ അവൻ ചെയ്തത് മരണത്തെ തകർക്കുകയാണ്. നൂറ്റാണ്ടുകളായി മനുഷ്യവർഗത്തെ പാപത്തിന്റെ വിഷമുള്ളുകൊണ്ട് കൊത്തിശ് ശാപം കൊണ്ട് മലീമസമായി മാറ്റിക്കളഞ്ഞിടത്ത് നിന്ന് അവൻ എന്ത് ചെയ്യുകയാണ്? മനുഷ്യവംശത്തിന്റെ മുഴുവൻ ഹല്ലേലൂയ വിജയത്തിന്റെ ജയഭേരി മുഴക്കുകയാണ്. തന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവരുടെ നിത്യജീവന്റെ ജയഭേരി മുഴക്കുകയാണ്. സ്തോത്രം. ഒരു വിധത്തിൽ പറഞ്ഞാൽ അതുപോലൊരു യുദ്ധം ലോക ചരിത്രത്തിൽ നടന്നിട്ടില്ല. അതുപോലൊരു യുദ്ധം ഇനി നടക്കാനും പോകുന്നില്ല. അതുകൊണ്ടാണ് അവനിൽ വിശ്വസിക്കുന്നവർ ആർത്തു പാടുന്നൊരു പാട്ടുണ്ട്. അവൻ മരണത്താൽ സാത്താന്റെ തല തകർത്തു, തൻ്റെ രക്തത്താൽ പാപക്കറകൾ നീക്കി. സ്തോത്രം. നിന്റെ വ്യാധിയും വേദനയും നീക്കുവാൻ, നിന്റെ ശാപത്തിൽ നിന്ന് വിടുതൽ നൽകാൻ കുരിശിൽ ജയിച്ചു എല്ലാറ്റെയും. പ്രൈസ് ദി ലോർഡ്. അവൻ മരണത്താൽ സാത്താന്റെ തല തകർത്തു, തന്റെ രക്തത്താൽ പാപക്കറകൾ നീക്കി. നിന്റെ വ്യാധിയും വേദനയും നീക്കുവാൻ, നിന്റെ ശാപത്തിൽ നിന്ന് വിടുതൽ നൽകാൻ കുരിശിൽ ജയിച്ചെല്ലാറ്റയും, കുരിശിൽ ജയിച്ചെല്ലാറ്റയും. ഹീനമനുജനനം എടുത്ത
യേശുരാജൻ നിൻ സമീപേ നിൽപ്പൂ, ഏറ്റുകൊള്ളവനെ തള്ളാതെ, ഏറ്റുകൊള്ളവനെ തള്ളാതെ. കൈകളിൽ കാൽകളിൽ ആണികൾ തറച്ചു, പൊന്നീർ ചൂടിയാൻ പൊൻശിരസാദിന്മേൽ. കൈകളിൽ കാൽകളിൽ ആണികൾ തറച്ചു, മുൾമുടി ചൂടിനാൻ പൊൻശിരസാദിന്മേൽ. നിന്നയും ദുഷിയും പീഡയും സഹിച്ചു, ദിവ്യമാരുധിരം ചൊരിഞ്ഞു നിനക്കായി. കരുണയായി നിന്നെ വിളിച്ചിടുന്നു, കരുണയായി നിന്നെ വിളിച്ചിടുന്നു. ഹീനമനുജനനം എടുത്ത യേശുരാജൻ നിൻ സമീപേ നിൽക്കൂ, ഏറ്റുകൊള്ളവനെ തള്ളാതെ, ഏറ്റുകൊള്ളവനെ തള്ളാതെ. ആത്മനേത്രങ്ങൾ തുറന്നവർക്കും ആത്മാവിന്റെ അപഗ്രഥന ശേഷി സജീവമായവർക്കും മാത്രം മനസ്സിലാകുന്ന ഒരു മഹായുദ്ധത്തിന്റെ വിജയഭേരിയാണ് കാൽവരിയിൽ നമ്മൾ കാണുന്നത്. അതങ്ങനെ ലോകമുള്ള കാലത്തോളം അലയടിച്ചുകൊണ്ടിരിക്കും. ലോകത്തിന്റെ കാലത്തിനപ്പുറത്ത് നിത്യതയിലോ അതെന്നും പാട്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അറിയാമോ, നിത്യതയിലെ നിരന്തരമായ പാട്ട് യേശു ക്രിസ്തുവിന്റെ കാൽവരി യാഗവും അതുമായി ബന്ധപ്പെട്ട് സാത്താന്റെ മേൽ അവൻ നേടിയ വിജയത്തിന്റെയും ചരിത്രഗാഥകളായിരിക്കും. അത് സ്വർഗത്തിലെ സ്ഥിരം സംഗീതമായിരിക്കും. എന്തിനാണെന്നറിയാമോ? ആ സ്ഥിരം സംഗീതത്തിൽ വെളിപ്പെടുന്ന യേശുവിന്റെ രക്തത്തിന്റെ ചുവ അനുഭവിച്ചുകൊണ്ട് വേണം അതിനെ മറന്നു പോകാതെ നിത്യ 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 യുഗങ്ങളിലൂടെ തേജസ്കരിക്കപ്പെട്ട ദൈവസഭ കടന്നു പോകാൻ. ഒരിക്കലും ഞാൻ പണ്ടേ ഇങ്ങനായിരുന്നുവെന്ന് സഭ വിചാരിക്കരുത്. ഒരിക്കലും ഞാൻ പണ്ടേ തേജസ്സിൽ ഉണ്ടായിരുന്ന ആളാണെന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചാൽ പിശാചിന് വന്ന നിഗളം പോലെ നിഗളം വരും. പിന്നെ വീഴ്ചയാകും, പിന്നെയും റിബലിയൻ ഉണ്ടാകും. ദൈവമെന്ന ഏക ഛത്രാധിപതിയുടെ പരമാധികാരത്തിന് ചോദ്യം വരും. അതൊരിക്കലും വരാതിരിക്കാൻ വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം കാൽവരിയുടെ ഗിരിതടങ്ങളിൽ തന്റെ പ്രാണനെ, എന്റെയും നിന്റെയും പ്രാണന് പകരം വെച്ചു കൊടുത്തിട്ട് നിത്യമായ ജീവനിലേക്ക് ആ രക്തത്തിന്റെ വിലയായി നമ്മളെ വിളിച്ചു വേർതിരിച്ചാക്കി വെച്ചത്. സ്തോത്രം. അതുകൊണ്ട് അത് മറന്നു പോകുന്ന ഒരാൾ നിത്യതയിൽ പോകില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടത് മറന്നു പോകുന്ന ഒരാൾ നിത്യതയിൽ പോകൂല. അതുകൊണ്ടാണ് പഴയകാല ഗായകർ ആവർത്തിച്ച് പാടിയൊരു പാട്ടുണ്ട്. കാൽവരി ദർശനം കാണുന്ന മുൻപിലായി. കാണണം. സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ കാണണം, ആരാധിക്കുമ്പോൾ കാണണം. എപ്പോഴും നമ്മൾ കാണേണ്ട കാഴ്ചയാണ് കാൽവരിയുടെ ദർശനം. കാൽവരി ദർശനം കാണുന്ന മുൻപിലായി, കാൽവരി ദർശനം കാണുന്ന മുൻപിലായി. അൻപിനാലുള്ളതും കണ്ണും നിറയുന്നേ, അൻപിനാലുള്ളതും കണ്ണും നിറയുന്നേ. വന്ദനമേ യേശു രക്ഷകന് നായകനേ, വന്ദനമേ വന്ദനമേ. വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. പൊന്നു മഹേശനെ നിന്നോട് കൈയടിച്ച് പാടിയാൽ. പൊന്നു മഹേശനെ നിന്നോട് കാരുണ്യം സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ, സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ. വന്ദനമേ സുരക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ. വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. അതൊരിക്കലും മറന്നു പോകരുത്. കാൽവരിയുടെ ഗാനമാണ് നിത്യത മുഴുവൻ, നിത്യ 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 യുഗങ്ങൾ മുഴുവൻ. അതിലും വലിയൊരു യുദ്ധ വിജയമില്ല, അതിലും
വലിയൊരു സൈന്യ പ്രവർത്തനമല്ല. ഒറ്റയ്ക്ക് ആകാശത്തിനും ഭൂമിക്കും നടുവിൽ നമുക്ക് വേണ്ടി ചങ്ക് പിളർന്ന്, നമുക്ക് വേണ്ടി ശരീരം തകർന്ന്, സ്തോത്രം, അങ്ങനെ അവസാന തുള്ളിച്ചോര വരെ ആ പച്ച പൈൻമര തടിയുടെ കുരിശിലൂടെ താഴേക്കൊഴുങ്ങി ആ മണ്ണിൽ ഇറങ്ങി പോകുന്നത് വരെ നമുക്ക് വേണ്ടി ആകാശത്തിനും ഭൂമിക്കും നടുവിൽ തൂങ്ങിയവനെ ഓർത്തൊന്ന് കരം വീശി മഹത്വപ്പെടുത്തിയാട്ടെ. അവന് ഒരിക്കലും മകന്നു പോകാത്ത വണ്ണമുള്ള ഒരു നിത്യ സമർപ്പണത്തിന്റെ മനോഭാവം നമുക്കുണ്ടാകട്ടെ. സ്തോത്രം. അപ്പോൾ അവൻ അങ്ങനെ വരികയാണ്. വായിച്ചാട്ടെ അല്പം കൂടെ. തലയിൽ അനേകം രാജമുടികൾ. തലയിൽ അനേകം രാജമുടികൾ. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ ചില മന്ത്രിസഭകളൊക്കെ കാണാൻ പാടില്ലേ, ഒരുമാതിരിപ്പെട്ട എല്ലാ വകുപ്പും മുഖ്യമന്ത്രിയെ കൈകാര്യം ചെയ്യുന്നത്. ആ വകുപ്പുകൾക്കൊക്കെ ഓരോ കിരീടം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ കിരീടം എല്ലാം കൂടെ വെക്കാൻ ഈ ഒറ്റ തലയെ പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നാൽ അവൻ്റെ തലയിൽ അനേക രാജമുടികൾ വെക്കാൻ പറ്റും. അതെങ്ങനെ വെക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അറിയാൻ ഒരിക്കലും സാധ്യമല്ല, മനസ്സിലാക്കാൻ സാധ്യമല്ല. നമ്മൾ ജഡശരീരികളാണ്, ജഡമനസ്സിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ജഡശരീരികൾ. ഈ ജഡശരീരികളായ മനുഷ്യൻ കർത്താവിൻ്റെ നാദം കേൾക്കുമ്പോൾ, അവൻ്റെ ഗംഭീര നാദം കേൾക്കുമ്പോൾ, നൊടിയിടയിൽ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോഴേ സൂര്യൻ ശക്തിയോടെ ശോഭിക്കുന്നത് പോലെയുള്ള യേശുക്രിസ്തുവിൻ്റെ രൂപത്തിന് സമാനമായ ഒരു രൂപത്തിലേക്ക് പൊടുന്നനവേ വരുമ്പോൾ മാത്രമേ നാം ശരിക്കും എന്താകും എന്ന് പറയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ആ സൗഭാഗ്യ പദവിക്കായി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവ് പ്രാപിച്ച് കാത്തിരിക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇത് കേട്ടുകൊണ്ട് പലരും പുറത്തുണ്ടെന്ന് എനിക്കറിയാം. ഇത് കേട്ടുകൊണ്ട് പലരും യൂട്യൂബിന് മുൻപിലുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി നമുക്കുള്ള ഏറ്റവും വിലപ്പെട്ട സമയങ്ങൾ ഈ ലോകത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാ. ഏത് നിമിഷത്തിലും മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ 1-ാം ഭാഗം കയറി വരും. അതിനു മുൻപോ അതിന് ശേഷമോ എതിർ ക്രിസ്തുവിന്റെ ഭരണകൂടം കയറുന്നതിന് മുൻപ് കർത്താവിന്റെ വരവുണ്ടാകുമെങ്കിൽ ഈ നാശഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രി ഒരു വിലപ്പെട്ട അവസരം, ഇന്ന് രാത്രി അതിശ്രേഷ്ഠമായ ഒരു അവസരം നമുക്ക് മുൻപിലുണ്ട്. പ്രിയമുള്ളവരെ, ഇരിക്കുന്ന സ്ഥലത്ത്, നിൽക്കുന്ന സ്ഥലത്ത്, ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവസന്നിധിയിൽ മുട്ടുകുത്തിക്കൊണ്ട്, യേശു കർത്താവേ, അവിടുന്ന് എന്റെ പാപത്തിന്റെ പരിഹാരമായി എന്നെ വീണ്ടെടുക്കുവാൻ അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ അറിയുന്ന കർത്താവേ, എന്റെ പാപങ്ങൾ അനവധിയാകുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്ന കർത്താവേ, എന്റെ പാപത്തിന്റെ പരിണിതഫലമായി എനിക്ക് ലഭിക്കാനിരിക്കുന്ന നിത്യ മരണമെന്ന ന്യായവിധിയുടെ കുഴിക്കകത്തേക്ക് അഗ്നിഗന്ധകങ്ങൾ കത്തുന്ന പൊയ്കയിലേക്ക് ഞാൻ പോകാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രി എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഇന്ന് രാത്രി അവിടുന്ന് എന്നെ അവിടുത്തെ രക്തത്താൽ കഴുകി വെടിപ്പാക്കണമേ. എന്റെ ഹൃദയം ഞാൻ നിനക്ക് തരുന്ന കർത്താവേ, എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി ഇരിക്കണമേ. അവിടുന്ന് എന്നെ ഭരിക്കണമേ, അവിടുന്ന് എന്നെ നടത്തണമേ, അവിടുന്ന് എന്നെ നിയന്ത്രിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, ആ സെക്കൻഡിൽ ആത്മാർത്ഥമായിട്ട് ഉത്തരവാദിത്വത്തോടുകൂടെ ആ പ്രാർത്ഥന ഒരിക്കൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും പെന്തക്കോസ്തുകാരനായിട്ട് വളർന്ന വ്യക്തിയാണെങ്കിലും വീട്ടിൽ ഈ പറയുന്ന നല്ല ആത്മിക ഗാനങ്ങളൊക്കെ കൈയടിച്ച് പാടുന്ന, പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലിരുന്ന് കൈയടിച്ച് പാടിയ ആളാണെങ്കിലും, സ്തോത്രം, ഹല്ലേലൂയ, വേദപുസ്തകം വായിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിലും, ഹല്ലേലൂയ, അതൊന്നും എൻ്റെ നിത്യജീവന് കാരണമായില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലൊരു തിരിച്ചറിവുണ്ടായി, ഞാനൊരു പാപിയാണെന്ന തിരിച്ചറിവുണ്ടായി. ഞാൻ ഒരിക്കലും ദൈവത്തോടുള്ള ജീവിതത്തിന്റെ ആ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ യോഗ്യനല്ലെന്ന തിരിച്ചറിവുണ്ടായ ആ നിമിഷത്തിൽ ആണ് എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവിനെ ഞാൻ ക്ഷണിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രക്ഷിക്കപ്പെട്ടവനായിരിക്കുന്നത്, രക്ഷിക്കപ്പെടാനുള്ള പ്രവൃത്തികളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭാവികാല രക്ഷയ്ക്കായി അത്യധികം ഉത്സാഹത്തോടെ ആഗ്രഹിച്ച് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ മറ്റേതെങ്കിലും ഭക്തിയുള്ള ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ നിത്യജീവനിൽ കടന്നു പോകുവാൻ ഒരു വ്യക്തിക്കും സാധ്യമല്ല. ഓരോരുത്തരും വ്യക്തിപരമായി കാൽവരിയിലേക്ക് വരേണ്ടതുണ്ട്. ഓരോരുത്തരും വ്യക്തിപരമായി
വ്യക്തിപരമായി സ്തോത്രം കാൽവരിയിൽ തൂങ്ങി നിൽക്കുന്ന യേശു ക്രിസ്തുവിന്റെ മുൻപിലേക്ക് വരണം. ഓരോരുത്തരും വ്യക്തിപരമായി ആ കുരിശിന് മുൻപിൽ മനസ്സുകൊണ്ട് മുട്ടുകുത്തി പാപങ്ങൾ ഏറ്റുപറയണം. അവന്റെ ശിരസിലേക്ക് ആ പാദങ്ങളിലൂടെ ഒഴുകി ഇറങ്ങുന്ന രക്തം വീണ് അവന്റെ അകത്തും പുറത്തുമുള്ള മാലിന്യങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് അവനെ യോഗ്യനാക്കുന്നത് വരെ നിലവിളിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ ഒരു അനുഭവം ഉണ്ടാവും. ഞാൻ ആദ്യം അങ്ങനെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. എല്ലാ കൺവെൻഷനും അങ്ങനെ പ്രാർത്ഥിക്കണ്ട. Only once in our life you have to receive your other personal savior. Praise the Lord. Only once in life. Only once. ചിലർ എല്ലാ കൺവെൻഷനിലും അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും രക്ഷിക്കപ്പെട്ട വ്യക്തി ഒറ്റ പ്രാവശ്യം പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ വചനം കേട്ട് അനുസരിച്ച് അങ്ങ് ജീവിച്ചാൽ മതി. സ്തോത്രം. ആദ്യമായിട്ട് ആ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ച നിമിഷം ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ ചുറ്റും ആ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ സ്തോത്രം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സാക്ഷ്യത്തിൽ നിന്ന് പറയണമെന്നുണ്ട്. സമയം പ്രശ്നമായതുകൊണ്ട് ഞാനങ്ങ് അടങ്ങും. ആ ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞാൻ സ്തോത്രം ഏതാണ്ട് 40 കിലോമീറ്ററോളം ദൂരം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് നടന്ന് സ്തോത്രം ഒരു അന്യ സംസ്ഥാനത്തുള്ള ഒരു ടൗണിൽ ചെന്ന് അടച്ചിട്ടിരിക്കുന്ന ഒരു കടയുടെ നിരപലകയ്ക്ക് മുൻപിൽ ആ സന്ധിയിൽ സ്തോത്രം തളർന്ന് വേദനിച്ച് ഒരു ആഹാരം കഴിക്കാൻ പൈസയില്ലാതെ അങ്ങനെ നടന്ന് തളർന്ന് കുത്തിയിരിക്കുന്ന സമയത്താണ് പ്രൈസ് ദി ലോർഡ് സ്തോത്രം ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് യഥാർത്ഥത്തിൽ വിചാരിക്കാൻ തുടങ്ങിയത്. എൻ്റെ വീട്ടിൽ ആവർത്തിച്ച് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് ആ പ്രാർത്ഥനകൾക്കകത്തുകൂടെ എല്ലാ ഞായറാഴ്ചയും സൺഡേ സ്കൂളിന് പോയിക്കൊണ്ടിരിക്കുന്നതിലൂടെ പഠിച്ചതും എല്ലാ ഞായറാഴ്ചകളിലും ആരാധനകളിൽ വെളിപ്പെട്ടു വന്നതുമായ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അന്നാണ് വാസ്തവത്തിൽ ഞാൻ സന്ധിച്ചത്. ഞാൻ ഹൃദയ തകർച്ചയോടുകൂടി എൻ്റെ ജീവിതത്തിൻ്റെ വീഴ്ചകൾ ഏറ്റുപറഞ്ഞു. ഹൃദയ തകർച്ചയോടെ ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. ഞാൻ ആ നിരപലകയ്ക്ക് മുൻപിലിരുന്ന് കണ്ണുകൾ നിറഞ്ഞൊഴുകി കരയാൻ തുടങ്ങി. കുറേ സമയം ഞാൻ ഇന്ന് കരഞ്ഞു. ഞാൻ എൻ്റെ ദൈവത്തോട് എന്തെല്ലാം ദോഷങ്ങളാണ് ചെയ്തത്, ഞാൻ എൻ്റെ ദൈവത്തോട് എന്തെല്ലാം ദ്രോഹങ്ങളാണ് ചെയ്തത്, അയ്യോ ഈ ദൈവത്തെ ഞാൻ എന്തുകൊണ്ടാണ് സ്നേഹിക്കാതെ പോയത് എന്നൊക്കെയുള്ള മനോഭാവങ്ങളിൽ ഞാൻ തകർക്കപ്പെട്ട് ഉടയ്ക്കപ്പെട്ട് അങ്ങനെ കരഞ്ഞിട്ടൊടുവിൽ പ്രാർത്ഥിച്ച് കർത്താവേ നിനക്ക് ഇനിയും എന്നെ രക്ഷിക്കാൻ പറ്റുമോ? നിന്നെ അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും നിന്നെ തള്ളിക്കളഞ്ഞ് ലോകത്തിനു വേണ്ടി ജീവിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതുകൊണ്ട് നിനക്കെന്നെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് എൻ്റെ പാപങ്ങൾ ഒന്നൊന്നായി എനിക്കറിയാവുന്നത് ഓർമ്മയുള്ളതെല്ലാം ഏറ്റുപറഞ്ഞ് ക്ഷമ യാചിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് പ്രാർത്ഥിച്ചപ്പം പെട്ടെന്ന് എനിക്കൊരു ഫീലിംഗ് ഉണ്ടായി. ആ ഫീലിങ്ങിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പായത്. കാരണം ആ സമയത്ത് ഹൃദയത്തിൽ വന്ന സന്തോഷമുണ്ടല്ലോ, എനിക്ക് ചുറ്റുമുള്ള ആ തണുത്ത തറ, കൊടും തണുപ്പിൽ വിറച്ചിരിക്കുന്ന സിമന്റ് തറ ഒരു ഊഷ്മളമായ അനുഭവത്തിലേക്ക് വരുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. എനിക്ക് മുൻപിലുള്ള ഇരുട്ട് നിറഞ്ഞ പ്രതലങ്ങളിലുള്ള ഭൂമിയിലുള്ള ഇരുളിൽ കിടക്കുന്ന ഓറഞ്ച് തോട്ടങ്ങളും സ്തോത്രം കാപ്പിത്തോട്ടങ്ങളും അതുപോലെയുള്ള അന്തരീക്ഷങ്ങളെല്ലാം ഒരു സ്വർഗീയമായ പ്രകാശം വ്യാപരിക്കുന്ന പോലെ ഒരു സ്വർഗീയമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അനുഭവം എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നു. വിട്ടുപിരിയാതെ വണ്ണം കർത്താവിനോട് പറ്റിപ്പോകുന്നത് പോലെ എനിക്കൊരു ഫീലിംഗ് വന്നു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ലോകത്തിലൊരു മതത്തിനും അത് തരാൻ കഴിയില്ല കേട്ടോ. ഈ ലോകത്തിലൊരു മതത്തിന്റെ പൂജാ സന്ദർഭങ്ങളിലും അത് കിട്ടില്ല കേട്ടോ. ഈ ലോകത്തിലേത് ദേവിയുടെ ദൈവത്തിന്റെ മുൻപിൽ പോയി കുമ്പിട്ടാലും അത് കിട്ടുകയില്ല കേട്ടോ. കാരണം ഇവൻ നിന്നെ ഉണ്ടാക്കിയ ദൈവമാകുന്നു. നിന്റെ അകത്തെ മനുഷ്യനെ സൃഷ്ടിച്ചവൻ ഇവനാ. നിന്റെ അകത്തെ മനുഷ്യന്റെ പാപത്താൽ സംഭവിച്ച പോരായ്മകളിലേക്ക് അവൻ അങ്ങോട്ട് ഇറങ്ങി വന്ന് നിറയുമ്പോഴുണ്ടല്ലോ കിട്ടുന്നൊരു വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് കർത്താവ് വേഗം വരും, എപ്പോൾ വേണേലും വരും. ഈ അനുഭവം പ്രാപിക്കാത്തവർ പോവില്ല. ചിലര് ഈ അനുഭവം പ്രാപിക്കാതെ സ്നാനപ്പെട്ട ആൾക്കാരുണ്ട്. സ്തോത്രം. എന്നാലും ഞാൻ ചിന്തിക്കുന്നത് കുഴപ്പമില്ല, വാഗോണ്ട് ഏറ്റു പറഞ്ഞിട്ടാണല്ലോ സ്നാനപ്പെട്ടെ. എൻ്റെ ഒരു ചിന്തയാ,
അത് തിയോളജിക്കലി റൈറ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. വാ കൊണ്ട് ഏറ്റു പറഞ്ഞിട്ടാണ്, ക്രിസ്തുവിനെ സ്വീകരിച്ചാണ്. ഏതായാലും ജനിച്ചിട്ട് 8ാമത്തെ ദിവസം അല്ലല്ലോ ഇത് നടത്തിയത്. വാ കൊണ്ട് ഏറ്റു പറഞ്ഞിട്ടായതുകൊണ്ട് പിന്നീട് പതുക്കെ പതുക്കെ കാര്യങ്ങൾ ഗ്രഹിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് സ്തോത്രം മുമ്പോട്ട് നീങ്ങിയാൽ മതിയാകും എന്നെനിക്കൊരു ചിന്തയുണ്ട്. ആ ചിന്ത എൻ്റെ ഒരു ചിന്തയാണ്. അത് നിങ്ങൾ വിമർശിക്കുന്നതിൽ കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഞാനത് ആധികാരികമായി പറയുന്നതല്ല, എൻ്റെ ഒരു ചിന്തയാണ്. കാരണം ഈ ശരിക്കും മാനസാന്തരപ്പെടാതെ വിശ്വസിക്കാതെ ശരിക്ക് ക്രൂശിക്കപ്പെട്ട കർത്താവിനെ കുറിച്ചുള്ള ദർശനം ഉള്ളിൽ പ്രാപിക്കാതെ സ്നാനപ്പെട്ട ഒരുപാട് ചെറുപ്പക്കാർ സഭകൾക്കകത്തുണ്ട്. അവർ പിന്നെയും മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. കാരണം മാനസാന്തരം വന്നു കഴിയുമ്പം പിന്നെ അവർ സ്നാനപ്പെടണോ എന്നൊരു ഡൗട്ടുണ്ട്. ചിലരങ്ങനെ പഠിപ്പിക്കാറുണ്ട്, മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് സ്നാനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഞാൻ അങ്ങനല്ല ചിന്തിക്കുന്നത്. സ്തോത്രം, നിങ്ങൾ ഏറ്റുപറഞ്ഞ സ്നാനപ്പെട്ടവരായതുകൊണ്ട് പതുക്കെ പതുക്കെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണതയിലേക്കുള്ള വളർച്ചയുടെ വഴിയിൽ പാപബോധമുണ്ടായിട്ട് ഏറ്റുപറച്ചിലുകൾ നടത്തി 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 അവനിലേക്ക് മാനസാന്തരത്തിലൂടെ അടുത്തുകൊണ്ടിരിക്കുക, അനുസരണയുള്ളവരായിരിക്കുക എന്നതാണ് അതിനകത്ത് സംഭവിക്കേണ്ട കാര്യമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പിന്നെയും വായിക്കാം. അപ്പോൾ അതവിടെ നിർത്തുകയാണ് ഞാൻ. കർത്താവിൻ്റെ 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ 2ാം ഭാഗമായ ഹർമഗദോൻ യുദ്ധത്തിലേക്ക് കർത്താവ് അങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയമാണ്. താഴോട്ട് വായിച്ചാട്ടെ. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അനേകം രാജമുടികൾ അവനുണ്ട്. എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അതവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവത്തിൻ്റെ ഒരു നിത്യ സ്വഭാവമായിരിക്കും. എത്ര 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 നിത്യതയിൽ നമ്മൾ അടുത്ത് ചെന്നാലും, സ്തോത്രം, ദൈവമെന്ന മഹാ അസ്തിത്വം നമുക്ക് പിടിതരാതെ നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ ആത്മതലങ്ങളുണ്ടാകും. സ്തോത്രം. നമ്മളിവിടുന്ന് ആരെ കാണാനാണ് പോകുന്നത്? നമ്മുടെ കർത്താവിനെ കാണാനാ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അവനുമായിട്ടത്രേ നമുക്ക് കാര്യമുള്ളത്. അതങ്ങനെ തന്നെ പറയാൻ കാരണമുണ്ട്. അവനുമായിട്ടല്ലാതെ കാര്യമുള്ള ഒരുപാട് പേരിപ്പോൾ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ക്ലിപ്പ് കണ്ടു. ഇപ്പം സ്തോത്രം, പാസ്റ്റർമാർ എന്നാണ് സാധാരണഗതിയിൽ ശുശ്രൂഷ രംഗത്ത് ഉള്ളവർ അറിയപ്പെടുന്നത്. പാസ്റ്റേഴ്സ് എന്നാണ്, അല്ലെങ്കിൽ ചിലർ അപ്പോസ്തലന്മാർ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും മൊത്തത്തിൽ ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്നവർക്കൊക്കെ പൊതുവിൽ വിളിക്കപ്പെടുന്ന പേര് പാസ്റ്റേഴ്സ് എന്നാണ്, ഇടയൻ എന്ന അർത്ഥത്തിലാണ്. സ്തോത്രം. എന്നാൽ ഈ അടുത്തിടയ്ക്ക് ഒരു കൂട്ടം ആളുകൾ രംഗപ്രവേശം ചെയ്തു. അവർ പ്രോഫറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പാസ്റ്റർ ശങ്കരൻ എന്നതിന് പകരം പ്രോഫറ്റ് ശങ്കരൻ, പാസ്റ്റർ ചാണ്ടിക്കുഞ്ഞ് എന്നതിന് പകരം പ്രോഫറ്റ് ചാണ്ടിക്കുഞ്ഞ്. കഴിഞ്ഞ ഇടയ്ക്ക് ഇതുപോലൊരു പ്രോഫറ്റ്, അമേരിക്കയിലൊക്കെ പ്രവചിക്കാൻ പോകുന്നൊരു പ്രോഫറ്റ്, സ്തോത്രം, എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുടെ സ്തോത്രം ഇസ്തിരിയിടുന്ന കടയിൽ തൻ്റെ ഷർട്ടും മുണ്ടും കൊണ്ടു കൊടുത്തു. ഷർട്ടിൻ്റെ 2 വശത്തും ഓരോ മയിൽപ്പീലിയാണ്. മയിൽപ്പീലി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. മുണ്ടിൻ്റെ ബോർഡറിന് പകരം മയിൽപ്പീലിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അമേരിക്കയിലൊക്കെ പോയി പ്രവചിക്കുന്ന ആളാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ശരിയാ, അമേരിക്കയിലൊക്കെ പോയി ഇങ്ങനെ പ്രവചിക്കുന്നതിനിടയ്ക്ക് ഈ പ്രോഫറ്റിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രൊഫറ്റിക് കൂട്ടങ്ങളാണല്ലോ അവിടെ ഉള്ളത്. അവർ ചിലപ്പം ഇതിനിടയ്ക്ക് ഈ ശ്രീകൃഷ്ണ ജയന്തിയും കൂടെ ആഘോഷിക്കുന്നുണ്ടാവണം. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ മയിൽപ്പീലി വെച്ചേക്കുന്നതെന്ന് എൻ്റെ ഒരു വിചാരം. സ്തോത്രം. ഒരു കൂട്ടർ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. ഡിസംബർ 24-ാം തീയതി രാത്രി സഭയ്ക്കകത്ത് ക്രിസ്മസ് ട്രീ വെക്കാറുണ്ട് ആത്മീയ കോളത്തിലൊരു സമൂഹം. അങ്ങനെ പല പല ഇടപാടുകൾ നടക്കുന്നത് പോലെ ചിലപ്പോൾ അമേരിക്കയിലൊക്കെ ചിലപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നുണ്ടാവണം. അപ്പോൾ പിന്നെ പ്രോഫറ്റായിട്ട് വന്നിരിക്കുന്ന വ്യക്തി അതിന് മുമ്പിൽ നിൽക്കണമെന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ എന്താ പറയുക, ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണമല്ലോ എന്ന നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമല്ലേ. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ മയിൽപ്പീലിയുള്ള ഷർട്ട് മേടിച്ചതെന്ന് ഞാൻ കരുതുകയാണ്. ഇതുപോലെ ഒരുപാട് വ്യാജ പരിപാടികളിൽ കുറേ കാലമായിട്ട് ഇറങ്ങി കളിക്കുന്നുണ്ട്. ഇതിൻ്റെ മുൻപിലിരിക്കുന്ന ആളുകൾക്ക് വേദപുസ്തകം എന്താണെന്ന് അറിയാത്തത് കൊണ്ടും ആ അറിവുകേടിനകത്ത് അവരെ കൂടുതൽ കൂടുതൽ കെട്ടിയിടാൻ ഈ മിടുക്കന്മാർക്ക് കഴിയുന്നത് കൊണ്ടുമാണ് ഈ പരിപാടികൾ നടക്കുന്നത്. ഇതൊക്കെ എങ്ങനെ വരുന്നു, എവിടുന്ന് വരുന്നു, എന്ത് ലക്ഷ്യമെന്ന് വളരെ വിശദമായി തെളിയിക്കാനുള്ള ഒരുപാട് ഡാറ്റ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല. വളരെ സൂക്ഷ്മതയോടെ നമുക്കുള്ള ഓഹരി പിടിച്ചുകൊണ്ട്
മുൻപോട്ട് പോകാൻ ഉപദേശത്തിൻ്റെ അതിർത്തികൾക്കകത്ത് നിൽക്കണം. എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും വായിച്ചുകൂടാ. അവൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത്, തുടർന്നങ്ങോട്ട് കർത്താവിൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതായിരിക്കും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇപ്പോൾ മാത്രമാണ് അവൻ കരുണ ഉള്ള അവനായി നമുക്ക് മുൻപിൽ നിൽക്കുന്നത്. സകല ലോകത്തോടും ദയയോടെ നിൽക്കുന്നത് ഇപ്പോൾ മാത്രമാണ്. എന്നാൽ അവൻ്റെ സ്ഥാനം മാറാൻ വേണ്ടി പോവുകയാണ്. ഇത്രയും നാൾ അവനൊരു വക്കീലിനെ പോലെ പക്ഷവാദം ചെയ്തുകൊണ്ട് നിന്നെങ്കിൽ ഇപ്പോൾ അവൻ വക്കീലിന്റെ സ്ഥാനത്ത് നിന്ന് മാറി പ്രോസിക്യൂട്ടർ ആകാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പബ്ലിക് പ്രോസിക്യൂട്ടർ ആയി കഴിഞ്ഞാൽ പിന്നീട് അവൻ വാദിക്കുന്നത് കുറ്റവാളിക്കെതിരായിട്ടായിരിക്കും. ഈ രാത്രിയിലും എനിക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിന് ഞാൻ നന്ദിയോടെ മഹത്വമർപ്പിക്കുകയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി അങ്ങനെ മഹത്വമർപ്പിക്കാൻ പറ്റും? ഈ രാത്രി അവൻ പ്രൈസ് ദി ലോർഡ് എനിക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ അവൻ്റെ ഉടുപ്പ് മാറും. സ്തോത്രം. അവൻ പെട്ടെന്ന് സ്ഥാനമാറ്റം വരും. ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇനി ആ വേദഭാഗം മാറ്റരുത്. അതിൻ്റെ തുടർച്ചയായിട്ട് സ്തോത്രം കാര്യങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്. എന്നാൽ ഈ ഒരു അനുഭവത്തിലേക്ക്, അഥവാ അവൻ ആകാശത്തിൽ നിന്ന് കുതിരപ്പുറത്ത്, സ്വർഗം തുറന്ന് കുതിരപ്പുറത്ത്, വെള്ളക്കുതിരപ്പുറത്ത് ഇറങ്ങി വരുന്നു എന്ന ആ പ്രതീകാത്മകമായ കാഴ്ചയുടെ അന്തിമ അനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് നടക്കേണ്ട ഒരു 2-3 കാര്യമുണ്ട്. 2-3 കാര്യമല്ല, അതിനു മുമ്പ് നടക്കേണ്ട കർത്താവിൻ്റെ മധ്യാകാശ വരവുണ്ട്. അവൻ ഭൂമി തൊടാതൊരു വരവ് വരും. അതൊക്കെ വേദപുസ്തകത്തിൽ നിന്ന് വളരെ വ്യക്തമായി തെളിയിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഭൂമി തൊടാതൊരു വരവുണ്ട്. ആ വരവിൽ അവൻ്റെ ആത്മാവിനെ പ്രാപിച്ചവർ മാത്രമാണ് എടുക്കപ്പെടുക. ഹല്ലേലൂയ. അവൻ്റെ ആത്മാവിനെ പ്രാപിച്ചിട്ടുള്ളവർ, എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. അവൻ്റെ ശബ്ദം, ഗംഭീര നാദം കേൾക്കുമ്പോൾ അവൻ്റെ ആത്മാവിനെ പ്രാപിച്ചിട്ടുള്ളവരിലേക്ക് ആ നാദം ഒരു സിഗ്നൽ പോലെ, നമ്മൾ പവർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന TV-യിൽ സ്തോത്രം റിമോട്ട് ചെക്കുമ്പോൾ പെട്ടെന്ന് അത് ഓണാകും, ഒരു സിഗ്നൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ പവർ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ, ഹല്ലേലൂയ, കറണ്ട് ഇല്ലെങ്കിൽ, ഇൻവെർട്ടറും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എത്ര ഞെക്കിയാലും TV ഓണാകത്തില്ല. എന്നതുപോലെ ഈ പവർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നിമിഷം മുതലുള്ള നമ്മുടെ ജീവിതാവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ പവർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ പവർ ഒരിക്കലും കെടുത്തരുത്. ഈ യോഗങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ പിന്നിലെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ആ പവർ നഷ്ടപ്പെട്ടവരും മങ്ങിപ്പോയവരും ആ പവറിലേക്ക് മടങ്ങി വരേണ്ടതിന്, അനുസരണത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടതിന്, ദൈവവചനത്തിന്റെ പത്യോപദേശത്തിന്റെ വെളിപ്പാടുകൾ മറച്ചുവെക്കാതെ പ്രസ്താവിക്കുക എന്നതാണ് ഈ സ്തോത്രം ശുശ്രൂഷകളുടെ ഉദ്ദേശം. ഈ ശുശ്രൂഷകൾ എന്ന് പറയുന്നത് ശുശ്രൂഷകളാണ്. എത്ര സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണെങ്കിലും, എത്ര മനോഹരമായ പാക്കേജാണ് അവിടുത്തെ പാക്കേജ് എങ്കിലും, അവിടെ കിടക്കുമ്പോൾ ഇഞ്ചക്ഷൻ ഉണ്ട്, അവിടെ കിടക്കുമ്പോൾ കത്തി കൊണ്ട് നടത്തുന്ന ശസ്ത്രക്രിയയുണ്ട്, അവിടെ കിടക്കുമ്പോൾ കൈപ്പുള്ള മരുന്ന് കഴിക്കുന്ന പരിപാടിയുണ്ട്. അത്തരമൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിനകത്തെന്ന പോലെയാണ് ഈ അന്തരീക്ഷത്തിലേക്ക് വ്യക്തികൾ കടന്നു വരുന്നത്. ഇവിടെ നിന്നെ ശുശ്രൂഷിക്കുകയാണ്. കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഇല്ലാത്ത മണവാട്ടിയായി ഒരുക്കേണ്ടത്. കറ ഇന്നത്, സ്തോത്രം, വാട്ടം ഇന്നത്, ചുളുക്കം ഇന്നത്, മാലിന്യം ഇന്നത് എന്ന് വളരെ വ്യക്തമായി വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച് ദൈവത്തിനുള്ള ഓഹരിയെ ഒരുക്കാനും, ഇതുവരെ ഈ പെട്ടകത്തിനകത്തോട്ട് കയറിയിട്ടില്ലാത്തവരെ ഈ പെട്ടകത്തിലേക്ക് കയറുവാൻ ഉത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ പ്രവൃത്തികൾ ചെയ്യുന്നത്. ഇനി അധിക കാലമൊന്നും ആർക്കും ഇത്തരം പ്രവൃത്തികൾ ഇവിടെ ചെയ്യാനാവില്ല. ദൈവവചനം ഇല്ലാതെ പോകുന്ന, അതിൻ്റെ വെളിപ്പാടുകൾ അന്യം നിന്ന് പോകുന്ന, അത് പ്രസ്താവിക്കാൻ അനുവാദമില്ലാതെ പോകുന്ന ഒരു കാലം വരുന്നുണ്ട്. അത് പ്രസ്താവിക്കാൻ അനുവാദമില്ലാതെ പോകുന്ന കാലം മാത്രമല്ല വരാൻ പോകുന്നത്, അത് പ്രസ്താവിച്ചു കൊണ്ടിരുന്നവരൊക്കെ തെരുവോരങ്ങളിൽ സഞ്ചരിച്ച് ക്ഷീണിച്ച് വേർത്തൊലിച്ച് ദൈവവചനം സംസാരിച്ചവർ, വളരെ കഷ്ടപ്പെട്ട് സ്തോത്രം കഠിനാധ്വാനം ചെയ്ത് ദൈവവചന പ്രഘോഷണത്തിന് വേണ്ടി മുതൽ മുടക്കി വേദികൾ ഉണ്ടാക്കിയവർ, ദൈവജനത്തെ കറയും ചുളുക്കവും വാട്ടവും മാലിന്യവുമില്ലാത്ത മണവാട്ടിയായി ഒരുക്കിയെടുക്കുവാൻ അഹോരാത്രം അധ്വാനിച്ചവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി പോവുകയാണ്. വചനം അറിയാവുന്നവരൊക്കെ മാറിപ്പോകാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് സ്തോത്രം, നാഥനില്ലാത്തൊരു കാലം ലോകത്തിന് വരികയാണ്. അന്ന് സാത്താനായി ഇതിൻ്റെ
അധിനായകനായി നിൽക്കുന്നത് 7 വർഷത്തേക്ക്. സ്തോത്രം. ഇനി നമുക്ക് ഈ 7 വർഷത്തിനൊടുവിലുള്ള ഹർമഗദോൻ യുദ്ധത്തിൽ, ആ യുദ്ധത്തിൽ മുഴുനായകത്വവും കർത്താവിന്. ഒറ്റയാളെ പോലും കർത്താവ് കൂട്ടുന്നില്ല. എനിക്ക് ഒറ്റയ്ക്ക് തല്ലണമെന്നുള്ള നിലപാടാണ് കർത്താവിൻ്റെ നിലപാട്. സ്തോത്രം. അങ്ങനെ ഒറ്റയ്ക്ക് അടിച്ചു തകർക്കാൻ അവർ ഇറങ്ങി വരുന്നതിന് മുൻപ് നടക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ 19-ാം അധ്യായത്തിൽ വായിച്ച ഭാഗം മാറ്റിവെക്കാതെ അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. സ്തോത്രം. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും. ഇത് വെളിപ്പാട് പുസ്തകം ആയതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും അനുഗ്രഹിക്കപ്പെട്ടവൻ. അതുകൊണ്ട് വാക്യങ്ങളൊന്നും ഞാൻ ഒതുക്കാതെ പരമാവധി വാക്യങ്ങൾ വായിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത് വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ച് തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്തുകൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. മതി. ഒരു വേശ്യാവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മേലുള്ള ന്യായവിധിയുടെ കാര്യമാണ് പറയുന്നത്. അതിൻ്റെ ചരിത്രവൃത്താന്തങ്ങൾ കിടക്കുന്നത് ഈ ന്യായവിധി കഴിഞ്ഞിട്ട് വേറെ 2 കാര്യങ്ങളും കൂടെ കഴിഞ്ഞിട്ടാണ് കർത്താവ് ഇറങ്ങി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവ് ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ സഭയെ ചേർക്കാനുള്ള വരവല്ല അതെന്ന് ആവർത്തിച്ച് നമ്മൾ ഓർത്തിരിക്കണം. സഭയെ ചേർത്ത ശേഷമുള്ള വരവാ. സഭ അവൻ്റെ കൂടെയാണ് വരുന്നത്. അതൊക്കെ വിശദീകരിക്കാം കർത്താവ് അനുവദിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ ഇത് ആരാണെന്നറിയണമെങ്കിൽ 17-ാം അധ്യായം, അപ്പോൾ ആ വേദഭാഗം മാറ്റാതെ 19-ാം അധ്യായം മാറ്റാതെ നമ്മൾ 17-ാം അധ്യായത്തിലേക്ക് വരാം. ഇതിപ്പോൾ ഇന്ന് രാത്രി തീരത്തില്ലെന്ന് എനിക്കറിയാം. സ്തോത്രം. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിവസവും നമുക്കത് സംസാരിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് രാത്രി എനിക്കൊരു കടമുണ്ട്. ഇന്നലെ നഷ്ടപ്പെട്ട സമയം നിങ്ങൾക്ക് തിരിച്ചു തരണം. ആ കടവും കൂടെ വീട്ടിയിട്ട് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. വായിക്കാം. സ്തോത്രം. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് 17-ാം അധ്യായം വെളിപ്പാട് പുസ്തകം. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം. ഈ ന്യായവിധി കണ്ടതുകൊണ്ടാണ് 19-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ മഹാഘോഷമുണ്ടായത്. ഇനി ശ്രദ്ധിക്കേണ്ട 2 കാര്യം. വെളിപ്പാട് പുസ്തകം 17-ഉം 18-ഉം അധ്യായം ഓടിച്ചു വായിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തോന്നുന്നത് ഇത് ബാബിലോൺ എന്ന നഗരത്തിൻ്റെ ന്യായവിധി 2 അധ്യായങ്ങളിൽ കിടക്കുന്നു എന്നാണ്. എന്നാൽ അങ്ങനല്ല. 2-ാമത്തെ അധ്യായത്തിൽ, അതായത് 18-ാം അധ്യായത്തിൽ കിടക്കുന്നത് ബാബിലോൺ എന്ന നഗരത്തിൻ്റെ ന്യായവിധിയാണ്. അപ്പോൾ ബാബിലോൺ തകർന്നു പോയല്ലോ എന്ന് നമുക്ക് തോന്നാം. എന്നാൽ സദ്ദാം ഹുസൈൻ്റെ നേതൃത്വത്തിൽ ആ പഴയ ബാബിലോൺ പുതുക്കി പണിയാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നു. പഴയ ബാബിലോണിലെ ക്ഷേത്രങ്ങൾ, പഴയ ബാബിലോണിൻ്റേതായിട്ട് അവിടെ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള കൽഫലകങ്ങൾ, അതിലൊക്കെ സദ്ദാം ഹുസൈൻ ഒരു ഫലകത്തിൽ എഴുതി വെച്ചു, യെസ്, ഞാൻ സദ്ദാം ഹുസൈൻ അഖില ലോക അറബ് എമിറേറ്റ്സിൻ്റെ അറബ് വംശജരുടെ അനിഷേധ്യ ചക്രവർത്തി എന്ന് അദ്ദേഹം എഴുതി വെച്ചു. കാരണം എന്താണെന്നറിയാമോ? അവിടുന്ന് വേറൊരു കല്ല് ഗവേഷണത്തിൽ കിട്ടിയിരുന്നു. ആ കല്ലിൽ നെബുക്കദ്നേസർ എഴുതി വെച്ചിരുന്നു, ഞാൻ നെബുക്കദ്നേസർ അഖില ലോകത്തിൻ്റെയും മനുഷ്യേധ്യനായ ചക്രവർത്തി. അപ്പം നെബുക്കദ്നേസർക്ക് തുല്യം ലോകത്തെ ഭരിക്കാനുള്ളവനാണ് ഞാൻ അൽ-മഹദിയാണ്, ഞാൻ മിഡിൽ ഈസ്റ്റ് കീഴ്പ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറേ കോലാഹലങ്ങളൊക്കെ നടത്തി. പക്ഷേ ഓർക്കാപ്പുറത്ത് അദ്ദേഹം തീർന്നുപോയി. സമയത്തിന് മുമ്പേ അന്ത്യം വരികയില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവവചനത്തിൽ പ്രാവചനിക
ഭാഷയിൽ വളരെ കറക്റ്റായിട്ട് വരാനുള്ള കാലത്തിൻ്റെ അടയാളങ്ങളും സംഭവിച്ച് തീരേണ്ട കാര്യങ്ങളും അന്ത്യത്തിന് മുൻപ് സംഭവിക്കേണ്ട കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അന്ത്യത്തിന് മുൻപ് സംഭവിക്കേണ്ട സകല കാര്യങ്ങളും സംഭവിച്ചിട്ടേ അന്ത്യം സംഭവിക്കുകയുള്ളൂ. നെബൂഖദ്നേസർ എന്താ ചെയ്തേ? താനൊരു കൊട്ടാരം, ഒരു കോട്ട, ഒരു പ്രത്യേക ദേശം മുഴുവൻ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ തുടങ്ങി. ചാൾസ് ഡെയർ എന്ന് പറയുന്ന ഒരു ഗവേഷകൻ്റെ ഗവേഷണ ഗ്രന്ഥത്തിൽ ആ ടൗൺഷിപ്പിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പുരാതന ബാബിലോണിലെ കോട്ട പോലെ ഒരു സംഗതി. അദ്ദേഹം അത്രയൊന്നും വരത്തില്ലെങ്കിലും ഏതാണ്ട് അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലൊരു സംവിധാനം, അതിനകത്ത് ക്ഷേത്രങ്ങൾ ഒക്കെ തയ്യാറാക്കി നെബൂഖദ്നേസറിൻ്റെ ഭരണത്തിൻ്റെ പിന്തുടർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം വളരെ പ്രയത്നം കഴിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് പുരാതന ബാബിലോൺ തകർന്നു പോയെങ്കിലും വചനം എന്താ പറയുന്ന? ബാബിലോണിനെ കുറിച്ച് പറയുമ്പോൾ ബാബിലോൺ വീണുപോയി എന്നാണ് പറയുന്നത്. എബ്രായ ഭാഷയുടെ വ്യാകരണ പ്രകാരം ഒരു കാര്യം 2 പ്രാവശ്യം പറയുമ്പോൾ അത് 2 പ്രാവശ്യം, കവിതയിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം പറയാം. എന്നാൽ ഭാഷാ ഗ്രാമർ അനുസരിച്ച് ഒരു കാര്യം 2 പ്രാവശ്യം പറയുമ്പോൾ 2 പ്രാവശ്യം അത് നടക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ബാബിലോൺ പട്ടണം തകർന്നുപോയി, ആ തകർക്കപ്പെട്ടു പോയ ബാബിലോൺ പട്ടണം വീണ്ടും പണിയപ്പെട്ടിട്ട് അത് പിന്നീട് ഒന്നുകൂടെ തകർക്കപ്പെടും. വേദശാസ്ത്രജ്ഞന്മാർ വിചാരിക്കുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണകൂടം വരുമ്പോൾ അവൻ്റെ ഭരണസിരാ കേന്ദ്രമായിട്ട് ഇറാഖിലുള്ള ഈ സ്തോത്രം പട്ടണത്തെ പിന്നെയും പുനരുദ്ധരിച്ച് ഉപയോഗിക്കും എന്നാണ് വേദശാസ്ത്രജ്ഞന്മാർ വിചാരിക്കുന്നത്. അതിന് കാരണമുണ്ട്. ഈ സാത്താൻ്റെ ഭരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഭൂമിയിലുള്ള സാത്താൻ സേവകരായിട്ടുള്ള മനുഷ്യർ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന 24,000-ഓളം സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പഴയ ബാബിലോണും പുരാതന സുമേരിയും ഒക്കെയായി ബന്ധപ്പെട്ട് സാത്താനുമായി ബന്ധപ്പെട്ട പേരുകൾ, ആ സ്ഥലങ്ങൾ അങ്ങനെ തന്നെ എടുത്തുകൊണ്ടാണ്, സാത്താൻ അവകാശം പിടിച്ചിരുന്ന സ്ഥലങ്ങൾ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് അതിൻ്റെ പുനരാവിഷ്കാരത്തിലേക്കാണ് അവർ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ സാമ്രാജ്യത്തിൻ്റെ സ്തോത്രം അസ്ഥിപഞ്ജരം തയ്യാറാക്കി കഴിഞ്ഞു. അത് ഏത് നിമിഷത്തിൽ വേണമെങ്കിലും അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് വരാം. എല്ലാ കോർഡിനേഷൻസും നടന്നിരിക്കുന്നു. ഒറ്റ നിമിഷം കൊണ്ട് പെട്ടെന്ന് അവൻ അധികാരത്തിൽ വരാം. എന്നാൽ അവനെ തടഞ്ഞുകൊണ്ട് വ്യാപരിക്കുന്ന ദൈവം ഇവിടെ ഉണ്ട്. പരിശുദ്ധാത്മാവായി ആ ദൈവം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവൻ അങ്ങോട്ട് കയറാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ദൈവം വ്യാപരിക്കുന്നത്? ദൈവത്തിന് വളരെ വിലപ്പെട്ട ഒരു ഓഹരി ഭൂമിയിൽ കിടപ്പുണ്ട്. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയായ ഒരു ഓഹരി ഭൂമിയിൽ കിടപ്പുണ്ട്. ആ ഓഹരിക്ക് വേണ്ടി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകന്മാർ ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്തോത്രം. എന്റെ ദൈവമേ, നിന്റെ കുറുമ്പ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കരുത്. അത് ആത്മാവിൽ ദൈവം തന്റെ ഭക്തന്മാരിലൂടെ പഴയ നിയമത്തിൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാ. ആ പ്രാർത്ഥന സ്വർഗത്തിൽ വ്യാപരിക്കുന്നത് കൊണ്ട് ആ പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ് അധർമ്മത്തെ തടസ്സം ചെയ്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ലോകത്ത് വ്യാപരിക്കുന്നത്. ഈ പന്തലിലും അതേ ആത്മാവ് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവ് വഴിയിൽ നിന്ന് മാറും. പ്രൈസ് ദി ലോർഡ്. എബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിനു വേണ്ടി ഒരു വധുവിനെ ഒരുക്കിക്കൊണ്ട് വരുന്ന എബ്രഹാമിൻ്റെ ദാസൻ ആ ഇസഹാക്കിൻ്റെ പക്കലേക്ക്, അവൻ്റെ കൈകളിലേക്ക്, അവൻ്റെ ചാരത്തേക്ക് ഈ സ്തോത്രം വധുവിനെ കൊണ്ടുപോയി എത്തിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവാം ദൈവം ഭൂമിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹാദൗത്യം, ദൈവപുത്രൻ്റെ മണവാട്ടിയെ യാതൊരു കേടും വരാതെ, യാതൊരു പോരായ്മയും വരാതെ, യാതൊരു കറയുമില്ലാതെ അങ്ങ് എത്തിക്കുക എന്നുള്ളതാണ്. ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് ദൈവഭൃത്യന്മാർക്കകത്തുകൂടെയാണെന്ന് നമ്മൾ അറിയണം. അഭിഷിക്തന്മാരുടെ നാവിലൂടെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അവര് ശാസിച്ചും ബന്ധിച്ചും ബന്ധനമഴിച്ചും ദൈവത്തിന്റെ ശക്തി പ്രയോഗിക്കുമ്പോൾ, അധികാരം പ്രയോഗിക്കുമ്പോൾ
പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയാണ്. ആ ശക്തിക്ക് മുൻപിൽ ദൈവജനം കീഴടങ്ങണം. ആ അധികാരത്തിന് മുൻപിൽ ദൈവജനം കീഴടങ്ങണം. കാരണം അവർ തങ്ങളുടെ സ്വന്തത്തിൽ നിന്നല്ല അതെടുത്ത് പ്രയോഗിക്കുന്നത്, സ്വർഗീയ അധികാരത്തിൽ നിന്നാണ്. ആ കീഴടങ്ങലിന്റെ മനോഭാവമില്ലാത്തവർ ഇവിടെ തള്ളപ്പെട്ടു പോകുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. കാരണം നിത്യജീവനിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുസരണ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, 18-ാം അധ്യായത്തിലേത് ബാബിലോൺ എന്ന പട്ടണമാണ്. അത് വളരെ വ്യക്തമായി മനസ്സിലാകും. അതിനകത്തെ ഒരു കച്ചവട കേന്ദ്രം, ആ കച്ചവട സ്ഥാപനങ്ങളെ കച്ചവട സാധനങ്ങളെ കുറിച്ചുള്ളൊരു ലിസ്റ്റ് അവിടെയുണ്ട്. 17-ാം അധ്യായത്തിൽ അങ്ങനെ കച്ചവട കേന്ദ്രത്തിൻ്റെ വിപണന വസ്തുക്കളെ കുറിച്ചുള്ള ചിത്രങ്ങളില്ല. പകരം ഒരു സ്പിരിച്വൽ മാറ്ററാണ് അവിടെ ഡീൽ ചെയ്യുന്നത്. എവിടെ? 17-ാം അധ്യായത്തിൽ. അപ്പോൾ 17-ാം അധ്യായം എന്ന് പറയുന്നത്, സ്തോത്രം, ദൈവജനത്തിനെതിരായി നിൽക്കുന്ന ഒരു ദുരാത്മിക സഭാ സംവിധാനമാണ് 17-ാം അധ്യായത്തിൽ പറഞ്ഞപ്പെട്ടിരിക്കുന്നത്. 18-ാം അധ്യായത്തിൽ ആ സംവിധാനത്തിൻ്റെ എക്കാലത്തെയും കേന്ദ്രമായ ഒരു നാഗരിക സംവിധാനത്തെ, ഒരു പട്ടണ സംവിധാനത്തെ, അതുമായി ബന്ധപ്പെട്ട ഭരണക്രമങ്ങളെയൊക്കെയാണ് 18-ാം അധ്യായത്തിൽ തകർക്കപ്പെടുന്നതായി കാണിക്കുന്നത്. രണ്ടും ഒരുമിച്ച് തകരുകയാണ്. സ്തോത്രം, തകർക്കപ്പെടുകയാണ്. എന്നാൽ 17-ാം അധ്യായത്തിൽ പറയുന്ന മഹാവേശ്യ, ക്രൈസ്തവരോ, ഭൂവാസികളെ തെറ്റിച്ചു കളഞ്ഞ മഹാവേശ്യ, 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഭൂവാസികളെ വായിച്ചാട്ടെ. ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിൽ മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. മതി. ഇനിയും തവിട് വായിക്കാം. അതവിടെ നിൽക്കട്ടെ. 7 തലയും 10 കൊമ്പും. ആ സ്ത്രീ ധ്രുവവർണ്ണവും കടും ചുവപ്പും നിറവുമുള്ള വസ്ത്രവും ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മതി. അതൊരു മതസംവിധാനമാണ്. അതുകൊണ്ടാണ് ഈ പാനപാത്രമൊക്കെ കാണിക്കുന്നത്. ഇനി തവിട് വായിക്കാം. മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു നാമം അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ ദൈവത്തിനെതിരായിട്ടുള്ളൊരു സംവിധാനമാണിത്. അതിന്റെ ആദ്യ സൂചനകളാണ് ഞാൻ പറയുന്നത്. പിന്നീട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. യേശുവിന്റെ സാക്ഷിയുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ഒത്തിരി ദൈവമക്കളെ ഇവള് കൊന്നു കളഞ്ഞതാണ്. വായിക്കാം. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? അവളെ നോക്കി നീ ആശ്ചര്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവളെ നോക്കി വിസ്മയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ ഈ മനോഹരമായ അലങ്കരിച്ച വിഗ്രഹങ്ങളൊക്കെ കാണുമ്പം അതിൻ്റെ ലൈറ്റിങ് കൊള്ളാവല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കി നിൽക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിൻ്റെ നാമം തീക്ഷ്ണൻ എന്നാണ്, അസൂയക്കാരൻ എന്നാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം. കാരണം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ജലസ് എന്നാണ്. അവനെ അല്ലാതെ വേറൊരാളെ നമ്മൾ വിസ്മയത്തോടെ നോക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അവൻ്റെ തിരുമുഖമല്ലാതെ വേറൊരു തിരുമുഖം അത്ഭുതത്തോടെ നോക്കുന്നത് അവന് ഇഷ്ടമല്ല. അതുകൊണ്ട് എത്ര കൃത്യമായിട്ടാണ് ദൈവത്തിൻ്റെ പരിപാടി എന്ന് നോക്കിക്കേ. ഇനി ഈ സ്ത്രീയുടെയും 7 തലയും 10 കൊമ്പുമുള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. നീ കണ്ട മൃഗമോ, ഇനി ശ്രദ്ധിക്കണം, നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ
അതിശയിക്കും. അവിടെ നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇത് 7 തലയും 10 കൊമ്പുമുള്ള ഒരു മൃഗം. ആ 7 തല എന്ന് പറയുന്നത് 7 മലകളാകുന്നു, 7 രാജാക്കന്മാരുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലായി കഴിയുമ്പോൾ അവളുടെ കറക്റ്റ് ചിത്രം നമുക്ക് അവിടെ എഴുതിയിരിക്കുന്നത് 7 മലകളാകുന്നു, 7 രാജാക്കന്മാരാകും. മൃഗം 8ാമത്തവൻ സാത്താൻ. അപ്പം 7 രാജാക്കന്മാരുടെ ഭരണത്തിലൂടെ ഒരു തെറ്റായ ആത്മീക സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന സാത്താനെ നമ്മളവിടെ കാണും. അതോടൊപ്പം 7 മലകൾക്ക് മുകളിൽ ആക്ഷരികമായി സ്ഥാപിക്കപ്പെട്ട ഒരു സാത്താന്യ സംവിധാനം ലോകത്തെ മുഴുവൻ വശീകരിച്ച് നിൽക്കുന്ന ഒരു സംവിധാനത്തെ നമ്മൾ കാണുന്നു. 7 മലകൾക്ക് മുകളിൽ പണിയപ്പെട്ടിട്ടുള്ള നഗരമേതാ? അത് അന്വേഷിച്ചു പോയാൽ നമ്മൾ റോമിലെത്തും. ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന അധികാരമുള്ള, ആത്മീകമായി ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ അധികാരമുള്ള ഒരു മതസംവിധാനം ഇരിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, റോമിലെ 7 മലകൾക്ക് മുകളിലാണ്. ക്യാപിറ്റോളിൻ, പാലറ്റൈൻ, അവൈൻറ്റൈൻ, കൊവേലിയൻ, വിമിനൽ, ക്യൂറിനൽ, എക്സിലൈൻ എന്നിങ്ങനെ 7 മലകൾക്ക് മുകളിലാണ് റോമൻ സിറ്റി പണിത് വച്ചിരിക്കുന്നത്. സ്തോത്രം. അത് പണ്ടേ അങ്ങനെ, അതൊരു പുരാതന കേന്ദ്രമാണ്, ഒരു പൈശാചിക കേന്ദ്രമാണ്. സ്തോത്രം. ഇനി 7 രാജാക്കന്മാരുമാകുന്നു. 7 രാജാക്കന്മാർ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഈ ഭൂമിയിൽ, സ്തോത്രം, ഉടലെടുത്തിട്ടുള്ള 7 സാമ്രാജ്യങ്ങളുടെ കാര്യമാണ് അവിടെ പറയുന്നത്. സാമ്രാജ്യങ്ങൾ ഒരുപാട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിലും 7 സാമ്രാജ്യത്തെ മാത്രം ഇവിടെ എടുത്തു പറയാനുള്ള കാരണം, 7 സാമ്രാജ്യങ്ങൾ ദൈവജനത്തെ ഉപദ്രവിച്ചിട്ടുണ്ട്, അടിമകളാക്കിയിട്ടുണ്ട്. 7 സാമ്രാജ്യങ്ങൾ ദൈവജനത്തെ അടിമകളാക്കി ഭരണം നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആ 7 സാമ്രാജ്യങ്ങളും ദൈവമാരെന്ന് അറിഞ്ഞിട്ടും ഉണ്ട്. ദൈവത്തിൻ്റെ കൈയുടെ ബലം അറിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളവർ അതറിയാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആ 7 സാമ്രാജ്യങ്ങൾ, അതിലൊന്ന് ഈജിപ്ഷ്യൻ സാമ്രാജ്യം, 2 അസീറിയൻ സാമ്രാജ്യം, 3 ബാബിലോണിയൻ സാമ്രാജ്യം, 4 പേർഷ്യൻ സാമ്രാജ്യം, മേദ്യ പേർഷ്യ സാമ്രാജ്യം എന്ന് നമ്മൾ വിളിക്കുന്ന സാമ്രാജ്യം, 5 ഗ്രീക്ക് സാമ്രാജ്യം, 6 റോമൻ സാമ്രാജ്യം. 7ാമത്തവൻ ഇതുവരെ വന്നിട്ടില്ല. വെളിപ്പാട് പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ഇത് എഴുതുന്ന സമയത്ത് 7ാമത്തവൻ വന്നിട്ടില്ല. അവൻ വന്നാൽ കുറഞ്ഞു ഒന്ന് ഇരിക്കേണ്ടതാകുന്നു. സ്തോത്രം. യോഹന്നാന്റെ മരണശേഷം AD 378 ആ 7ാമത്തവൻ വന്നു. ആ 7ാമത്തവൻ അന്ന് മുതൽ ഇന്ന് വരെ ആള് മാറി 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 ആ കസേരയിൽ ഇരിക്കുകയാണ്. സ്തോത്രം. ആ സംഭവം എന്ന് പറയുന്നത്, ആ സംവിധാനം എന്ന് പറയുന്നത് ദൈവസഭയ്ക്ക് എതിരായി നിൽക്കുന്ന ഒരു സംവിധാനമാണ്. യേശുക്രിസ്തുവിന്റെ മണവാട്ടിക്ക് എതിരായി നിൽക്കുന്ന ഒരു സംവിധാനമാണ്. ഇനി നമുക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഈ മൊത്തം സംവിധാനത്തിൽ ആദ്യം മുതൽ ഈജിപ്റ്റ് മുതൽ നമ്മൾ ഇങ്ങോട്ട് പഠിച്ചാൽ ഈ 7 തലകളിലും കൂടെ വ്യാപരിക്കുന്ന ആത്യന്തികമായ ആത്മിക മർമ്മം, അവരുടെ ആത്മിക മർമ്മം എന്താണെന്നറിയാമോ? അത് അദ്വൈതമാണ്. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടില്ല, ഒന്നേ ഉള്ളൂ. മാറ്റർ ആൻഡ് സോൾ ആർ ദ സെയിം. അത് സെപ്പറേറ്റഡ് അല്ല എന്ന്. സ്തോത്രം. നേറ്റി നേറ്റി അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ താൻ തന്നെ ദൈവം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പിശാച് ഷിയാപ്രവാചകന്റെ പുസ്തകവും എസെക്കിയേലിന്റെ പുസ്തകവും ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ നമ്മൾ മുമ്പൊരിക്കൽ അത് ചിന്തിച്ചെന്ന എൻ്റെ ഓർമ്മ ഇവിടെ വെച്ച് കഴിഞ്ഞ വർഷത്തെ കൺവെൻഷനിൽ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രപഞ്ചം മുഴുവൻ ദൈവ
ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചം മുഴുവൻ ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾക്കും ദൈവത്തിന്റെ ശാസനകൾക്കും ഇഷ്ടത്തിനും കീഴടങ്ങിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആദ്യത്തെ സൃഷ്ടി എന്ന് ദൈവം തന്നെ വിശേഷിപ്പിക്കുന്ന, അരുണോദയ പുത്രനായ ശുക്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ലൂസിഫർ മാത്രം പറഞ്ഞു, ഞാൻ ദൈവത്തോട് സമനാകും. സമാഗമ പർവ്വതത്തിൽ ഇരുന്നരുളും. ആ സമനാകുക, അത് തന്നെയാ ഇത് തന്നെയാ അത്. അതുമല്ല ഇതുമല്ല അഹം ബ്രഹ്മാസ്മി. ഞാൻ തന്നെയാ ദൈവം, ദൈവം തന്നെയാ ഞാൻ. അതാണ് ആ തിയറി, ആ തത്വം. ഒന്നുകിൽ നമ്മളൊക്കെ ദൈവങ്ങളാണ്, അല്ലെങ്കിൽ ദൈവം ഇല്ല. ഓരോ ഏതാണ്ട് ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. ജനം ഒട്ടൊഴിയാതെ വിശുദ്ധരാകുന്നു, സകലരും ഒരുപോലെയാണ്. അവിടെയൊക്കെ വ്യാപരിക്കുന്ന മനോഭാവം, ദൈവമേ നിനക്ക് പ്രത്യേകതകളൊന്നുമില്ല, നീ പ്രത്യേകിച്ചൊന്നുമല്ല, തൽക്കാലം നന്മകളൊക്കെ കൊടുക്കുന്നത് കൊണ്ട്, തൽക്കാലം പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള കസേരയെ നീ ഇരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ആൾക്കാർ നിന്നെ സേവിക്കുന്നു എന്ന തത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ് സാത്താൻ ദൈവത്തോട് സംസാരിക്കുന്നത് ഇയ്യോബിൻ്റെ വിഷയത്തിൽ. പ്രൈസ് ദി ലോർഡ്. നീ ഈ പരിപാടി നിർത്തിക്കഴിയുമ്പോൾ, പ്രൊട്ടക്ഷനും പ്രൊവിഷനും നിർത്തിക്കഴിയുമ്പം ഇയ്യോബ് നിന്നെ തള്ളിക്കളയും. കൊടുക്കുന്നത് കൊണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ട് അവൻ നിന്നെ സേവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ലക്ഷ്യമുണ്ട്. വരികൾക്കിടയിൽ വായിക്കണം, ഇത് ഞാൻ ചെയ്താലും അവൻ എന്നെ സേവിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ നന്മ കൊടുത്താലും അവൻ എന്നെ സേവിക്കും, ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്താലും അവൻ എന്നെ സേവിക്കും. ആ വെല്ലുവിളി ദൈവം അങ്ങ് ഏറ്റെടുത്തു. ആ വെല്ലുവിളി എവിടെ തെളിയണമെന്നറിയാമോ? ഇയ്യോബിൻ്റെ ജീവിതത്തിൽ തെളിയണം. അവനുള്ള സകല നന്മകളുടെ മേലും കൈവയ്ക്കുവാൻ ദൈവം പറഞ്ഞു. അവനുള്ള എല്ലാ ഓഹരികളും നഷ്ടപ്പെട്ടു, അവൻ്റെ വസ്തുവകകൾ, മക്കൾ, അവനുള്ള സകലതും അവൻ്റെ കൺമുൻപിൽ വെച്ച് സമ്പൂർണ്ണമായി ഇല്ലാതെ പോയി. ഏറ്റവും ഒടുവിൽ അവന്റെ ശരീരം അഴുകിപ്പൊടുത്ത് അത് ചാരത്തിനകത്ത് കിടന്നുരുണ്ട് അഴുക്കായി പോയ ബ്രെഡ് ഇങ്ങനെ അരിഞ്ഞു തള്ളുന്നത് പോലെ അവൻ സ്വയം അരിഞ്ഞു തള്ളുകയാ. ആ ശരീരത്തിൽ പ്രാണൻ ഇരിക്കാൻ ഒരു സാധ്യതയുമില്ല. എപ്പോഴേ പ്രാണൻ എന്ന കിളി ആ എല്ലിൻ കൂടിനകത്തു നിന്ന് പറന്നു പോകേണ്ടതായിരുന്നു, പക്ഷെ പറന്നു പോയില്ല. ആ പ്രാണനെ അവിടെ പിടിച്ചു നിർത്തുന്ന ദൈവത്തിന്റെ കൽപ്പന വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവന്റെ പ്രാണനെ നീ തുടരുത് എന്ന് പറഞ്ഞത് കൊണ്ട് ആ പ്രാണൻ പോയില്ല. സ്വന്തം ഭാര്യ പോലും നീ ഇനിയും നിന്റെ ഭക്തി പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ, ദൈവത്തെ മുഖത്ത് നോക്കി ത്യജിച്ചു പറഞ്ഞ് സ്തോത്രം മരിച്ചു കളക എന്ന് പറഞ്ഞപ്പോൾ പോലും അവൻ പറഞ്ഞു, നാം ദൈവത്തിൽ നിന്ന് നന്മകൾ മാത്രം സ്വീകരിച്ചാൽ മതിയോ, തിന്മകളും സ്വീകരിക്കണ്ടേ? അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. കാരണം എനിക്ക് വേറൊരു ദൈവത്തെ അറിയില്ല. ദൈവം എന്നെ സഹായിക്കുന്നത് കൊണ്ടല്ല, ദൈവം എനിക്ക് നന്മ തരുന്നത് കൊണ്ടല്ല, ദൈവം എനിക്ക് ജീവിക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്നത് കൊണ്ടല്ല, ദൈവം എൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തത് കൊണ്ടും ജോലി കൊടുത്തത് കൊണ്ടും സമ്പത്ത് തരുന്നത് കൊണ്ടുമല്ല ഞാൻ ദൈവത്തെ സേവിക്കുന്നത്. ദൈവം മാത്രം ദൈവമായിരിക്കുന്നത് കൊണ്ടാണ്. ഈ തീരുമാനം വരാത്ത ഒരാളും നിത്യജീവനിൽ ഉണ്ടാവില്ല. നമ്മൾ സ്നാനപ്പെട്ട് ഞായറാഴ്ച സഭയ്ക്കകത്ത് വന്നിരുന്ന് കയ്യടിയും ബഹളമായിട്ട് അങ്ങ് പോകുന്നു എന്നതുകൊണ്ട് നിത്യജീവനിൽ പോയിക്കൊള്ളണമെന്നില്ല. വ്യക്തിപരമായി പരിശോധിച്ച് തെളിയിക്കപ്പെടണം. എന്തുകൊണ്ട് നീ ദൈവത്തെ സേവിക്കുന്നു, എന്തുകൊണ്ട് നീ ദൈവത്തെ സേവിക്കുന്നു എന്ന് വ്യക്തിപരമായി പരിശോധനകൾക്കകത്ത് തെളിയിക്കപ്പെട്ട്, ദൈവമേ നീ മാത്രം ദൈവമായിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ സേവിക്കുന്നു, നീ മാത്രം ദൈവമായിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ സേവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടാലും, എന്റെ പ്രാണൻ പോലും നഷ്ടപ്പെട്ടാലും എനിക്കറിയാം നീ മാത്രമാണ് ദൈവം. ഒരു ദിവസം എന്റെ വീണ്ടെടുപ്പുകാരൻ കൊടിമേൽ നിൽക്കുന്നത് ഞാൻ കാണും. അതുകൊണ്ട് നിങ്ങൾക്കായി വെച്ചിട്ടുള്ള പരീക്ഷകളിൽ ഒരപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ചതിൽ ആശ്ചര്യപ്പെടരുത്. അപൂർവ കാര്യങ്ങൾ കൊണ്ട് നിന്നെ പരിശോധിച്ച് തെളിയിക്കുന്ന ദൈവം, നിന്നെ ദൈവം കളഞ്ഞു എന്ന് തോന്നുന്ന അനുഭവങ്ങൾ വരും, നിന്നെ ദൈവം ഒഴിവാക്കി എന്ന് തോന്നുന്ന അനുഭവങ്ങൾ വരും, നിന്റെ ജീവിതം മുഴുവൻ ദൈവം തകർക്കുന്നു എന്ന് തോന്നുന്ന അനുഭവങ്ങൾ വരും, നിന്നെ ദൈവം വേണ്ടെന്ന് വെച്ചു എന്ന് തോന്നുന്ന അനുഭവങ്ങൾ വരും. അത്തരം അനുഭവങ്ങൾ അപൂർവ കാര്യങ്ങളുടെ പരിശോധനകളാ. എത്ര വിളിച്ചാലും ദൈവത്തെ കേൾക്കാനില്ലാത്ത നിമിഷങ്ങൾ.
ഭോജനയാഗം പാചകം ചെയ്യുന്നതിന് 3 വിധമുണ്ട്. ഒന്ന്, സ്തോത്രം, അടുപ്പിൽ തീ കത്തിച്ച് അതിന് മീതെ പാത്രം വെച്ച് ക്രൈസ്തവരുടെ പാത്രത്തിൽ എണ്ണ തൂത്ത് ആ എണ്ണയ്ക്ക് മീതെ മാവ് വെച്ച് അത് തയ്യാറാക്കി എടുക്കുന്ന ക്രൈസ്തവരുടെ ഒരു പ്രക്രിയയുണ്ട്. ആ തീയുടെ ചൂട്, ആ ചട്ടിയുടെ ചൂട്, ആ ലോഹ ചട്ടിയുടെ ചൂട് ഈ ഭോജനയാഗത്തെ കരിച്ച് നശിപ്പിച്ച് കളയാതിരിക്കാൻ വേണ്ടി എണ്ണ തൂക്കും. എണ്ണ തൂത്തങ്ങോട്ട് മാവൊഴിച്ച് കഴിയുമ്പോൾ ആ കറക്റ്റ് അത് വെന്ത് കിട്ടും. രണ്ടാമതൊരവസ്ഥയുണ്ട്, വേറൊരവസ്ഥയുണ്ട്. വട്ടയപ്പം ഉണ്ടാക്കുന്നത് പോലെ അത് പുഴുങ്ങിയെടുക്കുന്നൊരു പരിപാടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ ഘട്ടത്തിൽ അടിയിൽ നിന്ന് തീ വരുമ്പം ആവി മുകളിലോട്ട് പോകും, മുകളിൽ നിന്നൊരു ചെറിയ ആശ്വാസം വരും. എന്നാൽ രണ്ടാമതായിട്ട് കാണുന്ന ഘട്ടം വട്ടയപ്പം പുഴുങ്ങുന്നത് പോലൊരു സാഹചര്യമാ. എന്ന് പറഞ്ഞാൽ ആവി കെട്ടിക്കിടക്കുകയാ. പ്രാർത്ഥന അങ്ങോട്ട് മുകളിലോട്ട് പോകുന്നില്ല, ആരാധന അങ്ങോട്ട് മുകളിലോട്ട് പോകുന്നില്ല. ഉപവസിച്ചിട്ടും മറുപടികളില്ല. തന്റെ നെഞ്ചിൽ തന്നെ പ്രാർത്ഥന ഭാരമായി കെട്ടിക്കിടക്കുകയാ. തന്റെ ഭവനാന്തരീക്ഷത്തിൽ തന്നെ പ്രാർത്ഥന ഭാരമായി കെട്ടിക്കിടക്കുകയാ. ആ സന്ദർഭത്തിലും ഇത് നിലനിൽക്കും. ആ പാത്രത്തിൽ എണ്ണ പുരട്ടിയിരിക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ചിത്രമാണ് കേട്ടോ. വേറൊരു ഘട്ടമുണ്ട്, അത് ബേക്ക് ചെയ്യുന്ന ഘട്ടമാണ്. താഴെ നിന്ന് തീ കത്തിക്കുന്നു, ഹല്ലേലൂയ. എന്നിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് അതിന്റെ മുകളിലും തീ ഇടുന്നു. താഴെ നിന്നും മുകളിൽ നിന്നും ഒരുപോലെ തീ. ആദ്യത്തെ 2 ഘട്ടങ്ങളിലും അല്പം ആശ്വാസം കിട്ടും. ആവിയാണെങ്കിലും അല്പം തണുത്ത് താഴോട്ട് വീണൊരു ആശ്വാസം കിട്ടും. അല്ലാത്തത് തുറന്നങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അതിന്റെ ആശ്വാസം കിട്ടും. എന്നാൽ അടിയിലും മുകളിലും തീ. അടിയിൽ നിന്ന് തീ വേവിക്കുമ്പോൾ മുകളിൽ നിന്ന് തീ താഴോട്ട് വന്ന് പിന്നെയും വേവിക്കുകയാണ്. ലോകത്തിൽ നിന്ന് ദോഷം മാത്രം, ബുദ്ധിമുട്ട് മാത്രം, വേദന മാത്രം, അത് ചുറ്റുപാടുകളിൽ നിന്ന് വേദന മാത്രം, അസ്വസ്ഥത മാത്രം. എന്നാൽ അതുപോലെ മോളിൽ നിന്നും തീ മാത്രം വരുന്ന അവസ്ഥ. യേശുക്രിസ്തു അങ്ങനെയാണ് ജീവന്റെ അപ്പമായി മാറിയത്. സ്തോത്രം. ആ ലോകം, അന്നത്തെ സാമ്രാജ്യം, അന്നത്തെ ചുറ്റുപാടുമുള്ള സകലരും അവനെ തീയിട്ട് പുകച്ച് പൊള്ളിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഒരു മറുപടി കിട്ടാനില്ല. കാരണം മുകളിൽ നിന്നും തീയാണ് താഴോട്ട് വരുന്നത്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരമായി ദൈവം കരുതി വച്ചിരുന്ന ക്രോധാഗ്നി മുഴുവൻ അവന്റെ ഏകജാതനായ പുത്രന്റെ ശരീരത്തിന്റെ മേൽ ദൈവം ചെലുത്തുകയാണ്. താഴെ നിന്നും തീ, മുകളിൽ നിന്നും തീ. ഇതിനകത്ത് പാകപ്പെട്ട് തെളിയിക്കപ്പെട്ട് വരണം ദൈവത്തിന്റെ ജനം. തെളിയണം, ആശ്രയം തെളിയണം, ആത്മാവുണ്ടെന്ന് തെളിയണം. ആത്മാവാണ് കരിയാതെ സഹായിക്കുന്നത്. മൂന്നാമത്തേത്, ദൈവമേ നീ മാത്രം ദൈവമെന്ന് തെളിയണം. അപ്പോ ഞാൻ ആ വസ്തുതകളിലേക്ക് വരട്ടെ. അങ്ങനെ സാത്താൻ നിമിത്തം ആരംഭിച്ച ഏദൻ തോട്ടത്തിൽ മനുഷ്യവംശത്തിനിടയിലാണ് അത് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അതിനു മുമ്പ് സ്വർഗമണ്ഡലങ്ങളിലാണ്. ഞാനും ദൈവമാണ്, നീയും ഞാനും തമ്മിൽ വ്യത്യാസമില്ല, നമ്മൾ തുല്യരാണ് എന്ന അർത്ഥത്തിൽ. അത് ആദത്തിനെയും ഹവ്വയെയും പറ്റി. ബാബിലോൺ എന്താണെന്ന് ഞാൻ ഈ പറഞ്ഞു വരുന്നത്, അതിൻ്റെ നാശത്തിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് വചനത്തിൻ്റെ പ്രവചന വ്യാഖ്യാനങ്ങളിലൂടെ ഞാൻ തെളിയിച്ചു തരാൻ ദൈവകൃപയിൽ ആശ്രയിക്കുക. നിങ്ങളൊന്ന് സ്തോത്രം ചെയ്തുകൊണ്ട് ഇടയ്ക്ക് ഇരിക്കണം കേട്ടോ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, ഭൂമിയിൽ വന്നിട്ട് ഹവ്വയോട് എന്താ പറഞ്ഞത്? നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അവിടെയും അദ്വൈതം, ഞാനും ദൈവം സമമാണ്. നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവമാകുന്നായി പറഞ്ഞു വയ്ക്കുന്നത്. സത്യത്തിൽ അവൻ്റെ ഉദ്ദേശം എന്താ? ഇവരെ ദൈവമാക്കുക എന്നുള്ളതല്ല. ഇവര് ഈ പഴം പറിച്ചു തിന്ന് അനുസരണക്കേട് കാണിച്ചാൽ ഇവരെ ദൈവം പുറത്തു കളയും. ദൈവത്തിൻ്റെ സ്വഭാവം ഇവൻ അറിയാം. ഇവനോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഇവൻ പണ്ട് അരുണോദയപുത്രനായ ശുക്രനായിരുന്ന സമയത്ത് ദൈവത്തിന് ഇവനോട് വലിയ ഇഷ്ടമായിരുന്നു. സ്തോത്രം. എന്നാൽ അവൻ്റെ ഹൃദയത്തിൽ നിഗളം വന്നപ്പോൾ, ഉന്നത ഭാവം വന്നപ്പോൾ, അവൻ ദൈവത്തോടൊപ്പമാകാൻ ആഗ്രഹിച്ചപ്പോൾ ഇവനെ വെട്ടി താഴെയിട്ടതാ. അതുകൊണ്ട് അനുസരണക്കേടിൻ്റെ അടിയെക്കുറിച്ച് പിശാചിനെ ആരും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അതുകൊണ്ട് അവൻ അവരോട് പറയാണ്, നിങ്ങൾ ദൈവത്തെ പോലെയാകും, ഒന്ന് കഴിച്ചു നോക്ക്. അവൻ ഉദ്ദേശിച്ച് നടന്നു. പുറത്തായ ജനം പുറത്തായി. പിന്നീട് അങ്ങോട്ട് അവൻ്റെ ആശയത്തിൻ്റെ ആധിപത്യത്തിന് കീഴിൽ ഇവരും
ഇവരുടെ പിൻതലമുറകളും മുങ്ങിപ്പോവുകയാണ്. ദൈവത്തിൻ്റെ വിലയേറിയ മഹത്വം ഉണ്ടാവട്ടെ. അവൻ്റെ ഭരണത്തിൻ്റെ ആധിപത്യത്തിന് കീഴിൽ അങ്ങനെ അവൻ ഒരിടമുണ്ടാക്കി ദൈവസന്നിധിയിൽ. ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ നിൽപ്പാൻ ചെന്നപ്പോൾ സാത്താനും അവരുടെ കൂടെ ചെന്ന് നിന്നു ഒരു പ്രതിപക്ഷമായിട്ട്. അപ്പോൾ അതിനു മുൻപ് അവൻ വെട്ടുകൊണ്ട് താഴെ വീണവനാ. ഈ വെട്ടുകൊണ്ട് താഴെ വീണവൻ ദൈവത്തിൻ്റെ മുൻപിൽ ഒരു പ്രതിപക്ഷമായി കയറി ചെല്ലാനുള്ള റൈറ്റ് അവനുണ്ടായത് ഈ മനുഷ്യവംശം തെറ്റിപ്പോയത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? തെറ്റിച്ച് കളഞ്ഞിട്ട് ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ എന്നൊരു പ്രയോഗം പരിശുദ്ധാത്മാവ് പ്രയോഗിക്കുന്നുണ്ട്. അത് ചിലർ വിചാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിൽ ആദാമ്യ വംശത്തിൻ്റെ സൃഷ്ടിക്ക് മുൻപേ സൃഷ്ടികളുണ്ടായിരുന്നു, അന്ന് ജാതികളുണ്ടായിരുന്നു, അവരെ താഴ്ത്തിക്കളഞ്ഞു. അല്ല, സ്തോത്രം. പാപത്താൽ പിൽക്കാലത്ത് ജനിച്ചിട്ടുള്ള സകല ജനതകളും നീ നിമിത്തമാണ് താഴ്ന്നു പോയത്. അതാണ് ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ. അതിന് മീതെ അവൻ നിന്ന് വാദിക്കേണ്ടതിന് അവൻ സ്വർഗത്തിലൊരു പ്രതിപക്ഷ സ്ഥാനം ഉണ്ടാക്കിയെടുത്തു. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പം അവനെ അവിടുന്ന് പിന്നെയും യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ഭൂമിയിലേക്ക് തള്ളിക്കളയുകയാണ്. 13-ാം അധ്യായത്തിൽ അവൻ സമുദ്രത്തിലെ മണൽപ്പുറത്ത് നിൽക്കുന്നു. പിന്നെ ക്രിസ്തുവിൻ്റെ ഗവൺമെൻറ്റിലേക്ക് അവൻ്റെ പൂർണ്ണ ആധിപത്യം കൊടുക്കുന്നവൻ അങ്ങനെ വളർന്നു കയറി ആ ഒടുക്കത്തെ അടി മേടിച്ച് പോകുവാണ്. ആ അടിയുടെ അവസാനത്തിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, കർത്താവിൻ്റെ വലിയ കൃപ ആശ്രയിച്ചുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പലരും 12-ാം അധ്യായം വെളിപ്പാട് പുസ്തകം മിക്കവാറും കമൻറ്റേറ്റേഴ്സൊക്കെ പറയുന്നത് പിശാചിനെ തള്ളി താഴെയിട്ടു എന്ന് പറയുമ്പോൾ അത് പണ്ട് മേഘോന്നതങ്ങൾക്ക് മീതെ കയറാൻ ശ്രമിച്ചപ്പോൾ തള്ളി താഴെയിട്ട വെട്ടി താഴെയിട്ടതല്ലാതെ ഇത് വേറെ താഴെയിടലാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇവൻ ഉണ്ടാക്കിയെടുത്ത സ്ഥാനത്തു നിന്ന് അവനെ ചവിട്ടി താഴെ കളയുക. സാത്താന്യമായ ശബ്ദത്തിൻ്റെ അവസാന അടയാളവും പ്രപഞ്ചത്തിൽ നിന്ന് തുടച്ചു മാറ്റിയിട്ട് ദൈവ സാന്നിധ്യത്തിൻ്റെ മഹാപ്രഭയാൽ ഈ പ്രപഞ്ചം മുഴുവൻ അടയാളപ്പെടുത്തത്തക്ക വിധത്തിലുള്ള ഒരു സമ്പൂർണ്ണ ശുദ്ധീകരണത്തിലേക്ക്, ശാപമില്ലാത്തൊരു ശുദ്ധീകരണ പൂർണ്ണതയിലേക്ക് ഈ പ്രപഞ്ചത്തെ ഒരുക്കിയെടുക്കുക ദൈവത്തിൻ്റെ മാർമിക പദ്ധതികളുടെ ചില ഭാഗങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിലൊക്കെ പ്രവചന ഭാഷയിൽ എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഇവൻ ഈ മോണിസ്റ്റിക് ഫിലോസഫി, അദ്വൈതം എന്ന ആ കൺസെപ്റ്റ് ഉള്ളിൽ കൊടുത്ത് നീ തന്നെയാ ദൈവം എന്ന ഒരു ധാരണ ഉള്ളിൽ കൊടുത്താണ് ലോക സാമ്രാജ്യങ്ങളെ വളർത്തിയെടുത്തത്. ഈജിപ്ഷ്യൻ ചക്രവർത്തിയെ നോക്കൂ. ഈജിപ്റ്റ് എന്ന രാഷ്ട്രം ഒന്നാമത്തെ തലയാ. 7 തല എന്ന് പറയുമ്പോൾ 7 തലകളിലെ ഒന്നാമത്തെ തലയാണ് ഈജിപ്റ്റ് എന്ന രാഷ്ട്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈജിപ്റ്റ് എന്ന സാമ്രാജ്യം. അവിടുത്തെ പ്രത്യേകത എന്താ? ചക്രവർത്തിയാ ദൈവം. സൂര്യഭഗവാൻ, റാ അല്ലെങ്കിൽ റോ എന്നൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെടുന്ന സൂര്യഭഗവാൻ. ഈ സൂര്യാരാധന തുടങ്ങിയത് എപ്പോഴാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. കയ്യിൻ്റെ കാലത്താണ് ആദാമ്യ സന്തതിയിൽ ഈ സൂര്യാരാധന തുടങ്ങിയത്. അതിനു മുമ്പുള്ള ആദിപ്രളയത്തിന് മുമ്പുള്ള കാര്യം നമുക്കറിയത്തില്ല. കയ്യിൻ്റെ കാലത്തിന് ശേഷം നോഹയുടെ കാലത്തെ പ്രളയമേ നമുക്കറിയത്തുള്ളൂ. എന്നാൽ ജലത്തിൻ്റെ കനത്ത അടരുകൾക്കിടയിൽ ആദ്യം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ കിടക്കുന്ന ഭൂമി അങ്ങനെ കിടക്കാനുള്ള സാഹചര്യം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. എന്നാൽ അതിൻ്റെ പാഠങ്ങൾ ഒരുപാടുണ്ട്. സ്തോത്രം. അതിലേക്ക് ഞാൻ കടന്നു പോകാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല. അതിനു മുൻപുള്ളൊരു കാലഘട്ടത്തിൽ ഭൂമിയിൽ നിലനിന്നിരുന്നത് സൂര്യാരാധനയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ലൂസിഫറിൻ്റെ അനുയായികൾ ലൂസിഫറിനെ ആരാധിച്ചിരുന്ന ആരാധന അത് സൂര്യാരാധനയായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതിനുശേഷം കയ്യിൻ്റെ കാലത്ത് സൂര്യാരാധന ആരംഭിച്ചു എന്നാണ് റൈമണ്ട് ബ്രേക്കിനെ പോലുള്ളവരുടെ തിസീസുകൾ പഠിപ്പിക്കുന്നത്. നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ ശേത്തിന്റെ കാലം വന്നപ്പോൾ ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിനു മുൻപ് നടന്നിരുന്ന ആരാധന കയ്യിൻ്റെ നേതൃത്വത്തിലുള്ള ആരാധനയാണ്. അപ്പോൾ സൂര്യനെ ദൈവമായി കണ്ട് സോളാർ ഗോഡ്, ഇന്നത്തെ 24,000-ഓളം പൈശാചിക സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് പിശാചിനെ ഭൂമിയുടെ ഭരണം ഏൽക്കുന്നതിന് വേണ്ടി വിളിച്ചുകൊണ്ടുവരാൻ പൂജകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തുമ്പോൾ സോളാർ ഗോഡ്, അത് സൂര്യൻ എന്ന പേരിൻ്റെ മറവിൽ നിൽക്കുന്ന സാത്താനെ ആണ് അവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ പേരിന് മറഞ്ഞാണ്
അവൻ നിൽക്കുന്നത്. സ്തോത്രം. സൂര്യ ഭഗവാൻ എന്ന പേരിന് മറഞ്ഞ അവൻ നിൽക്കുന്നത്. ഈ ഭഗവാന്റെ കളി എല്ലാ രാഷ്ട്രങ്ങളിലും ഉണ്ടായിരുന്നു. ആദ്യം സ്തോത്രം ഈജിപ്തിലായിരുന്നു ആ കളി നടന്നിരുന്നത്. ചക്രവർത്തി ഞാനാണ് സൂര്യ ഭഗവാൻ. അതുകൊണ്ടാണ് ഈജിപ്തിലെ വിടുതൽ എന്ന് പറയുന്നത്, ദൈവജനത്തിന്റെ വിടുതൽ എന്ന് പറയുന്നത്, പൈശാചിക ശക്തികളുടെ മേൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ ഭുജബലത്തിന്റെ വീര്യം വെളിപ്പെടുത്തിക്കൊണ്ട് പുറത്തു കടന്നപ്പോൾ, ഹല്ലേലൂയ, സൂര്യന്റെ പ്രകാശം നഷ്ടപ്പെടുത്തിക്കൊണ്ട് സൂര്യനെ ഇരുട്ടാക്കിക്കൊണ്ട് ദൈവം പ്രവർത്തിച്ചതിന്റെ കാരണം അതാണ്. സർവശക്തനായ ദൈവത്തിന് പകരമാകാൻ ആർക്കും കഴിയുകയില്ലെന്ന് പ്രപഞ്ചത്തെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാ. ഒന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ടാണ് ബഹളം ഉണ്ടാക്കാതിരിക്കുന്നത് എന്ന് എനിക്കറിയാം. അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിലും നമ്മൾ സ്തുതികളിന്മേൽ വസിക്കുന്ന കർത്താവിന് ഒരു കസേര സ്തോത്രം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊടുക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. പിന്നീട് അസീറിയ, പിന്നീട് ബാബിലോൺ. സൂര്യഭഗവാനെ ആരാധിക്കുന്ന, സൂര്യഭഗവാനായി തന്നെ നിമ്രോദ്, അവൻ്റെ മകൻ നിനസ് ഒക്കെ ചരിത്രത്തിൽ ആരാധിക്കപ്പെട്ട ഏറ്റവും പ്രധാന സ്ഥലം. സ്തോത്രം. അതിനുശേഷം ഇങ്ങോട്ട് റോം വരെ. റോമിന് ശേഷം വന്ന ഒരുത്തൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ. ഏഴാമത്തവും വന്നിട്ടില്ല. സ്തോത്രം. വന്നാൽ കുറഞ്ഞോന്നിരിക്കേണ്ടതാണ്. ഹലോ, അതാരാണെന്ന് നമുക്കറിയാം. വിശദീകരിക്കാം. ആ ശക്തിയെ തകർക്കും. ഇന്ന് ലോകം മുഴുവൻ പ്രബലമായിരിക്കുന്ന ശക്തി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, 7 തലകളിലൂടെ, 7 സാമ്രാജ്യങ്ങളിലൂടെ കൈമാറി 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 വന്ന ഒരു വൻകിട സാത്താന്യ ആരാധനാ പദ്ധതി ഏറ്റവും ഒടുവിൽ എവിടെ വന്നെന്നറിയാമോ? യേശുക്രിസ്തുവിൻ്റെ സഭയ്ക്കകത്ത് കയറി അതിൻ്റെ ആധിപത്യം പുലർത്തി. അതിൻ്റെ കീഴിൽ ലോകം മുഴുവൻ വന്നു. അതിനെ തകർത്ത് കളയുന്ന കാര്യമാ 17-ാം അധ്യായത്തിൽ. അതും വിശദീകരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ബാബിലോണിൽ ഉണ്ടായിരുന്ന ബാലാരാധന, ടൈർ, സീദോൻ നഗരരാഷ്ട്രങ്ങളിൽ ഉണ്ടായിരുന്ന ബാലാരാധന, ഇതൊക്കെ സ്തോത്രം ആ സൂര്യഭഗവാന് അതാത് രാഷ്ട്രങ്ങൾ കൽപ്പിച്ചു കൊടുത്ത പേരാണ്. നിനസിന് കൽപ്പിച്ചു കൊടുത്ത പേരാണ്. അവന് പകരം, സൂര്യന് പകരമുള്ള പേരാണ്. അകത്ത് അങ്ങനാണ് അത് കരുതി വച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പഴയ ഇറാനിലെ ദേവതകൾ സൂര്യാത്മാക്കളാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ലോകം മുഴുവൻ അതാണ് ആ സംവിധാനം. സോളാർ ഗോഡ് എന്ന കൺസെപ്റ്റിലാണ് ഏറെക്കുറെ സകല മതങ്ങളും നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിശദീകരിക്കാം, എങ്ങനെയാണ് ക്രൈസ്തവ മതത്തിനകത്ത് ഇത് കടന്നുകൂടിയെന്നറിയാമോ? എത്തുബാലിലെ സൂര്യാരാധനയുടെ കേന്ദ്രമായിരുന്ന എത്തുബാലിൽ ഞാനാണ് ദൈവം, ഞാനാണ് ദൈവത്തിൻ്റെ പുരോഹിതനും എന്ന് പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരുന്ന, സ്തോത്രം, എത്തുബാലിൻ്റെ മകളായ ഇസബേൽ ഇസ്രയേലിലേക്ക് വിവാഹം ചെയ്യപ്പെട്ട് കൊണ്ടുവന്നപ്പോൾ ആ ഇസബേലിൻ്റെ കൂടെ അവിടെ നിന്ന് അശേരാപ്രതിഷ്ഠയുടെയും ബാലിൻ്റേതുമായി ഏതാണ്ട് 850 പുരോഹിതന്മാരെ കൊണ്ടുവന്നപ്പോൾ ആ കൂടെ കയറി വന്നതാണ് ഈ യഹൂദന്മാർക്കിടയിൽ ആരാധനക്രമം. അവരിന്ന് വളരെ കൃത്യമായിട്ടത് കൊണ്ടുപോകുന്നുണ്ട്. യഹൂദന്മാർക്കിടയിൽ 2 വിഭാഗമുണ്ട്. അതിലൊരു വിഭാഗം പ്രവചനങ്ങളിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ കാത്തിരിക്കുന്നവരാണ്. എന്നാൽ ഒരു വിഭാഗം കാബലിസ്റ്റിക് ജ്യൂസ് ആണ്. അവർക്ക് കാബലിസ്റ്റിക് റിച്വൽസ് ഉണ്ട്. അവർക്ക് ദുരൂഹവും ദുർഗ്രഹവുമായ ഒരുപാട് പരിപാടികളുണ്ട്. അവർ വരുത്താൻ ശ്രമിക്കുന്നത് ആ സോളാർ ഗോഡിനെയാണ്. അവിടെ അത് നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെ ഈ സൂര്യാരാധനാ സംവിധാനം ഈ ബാബിലോണിലും അതുപോലെ തന്നെ സ്തോത്രം ടൈർ, സീദോൻ നഗരരാഷ്ട്രങ്ങളിലും ഉണ്ടായിരുന്ന സംവിധാനം ഇസ്രയേലിൽ വന്നപ്പോൾ 2 ന്യായവിധികളുണ്ടായി. ഒന്ന് ഏലിയാവിൻ്റെ നേതൃത്വത്തിൽ, മറ്റൊന്ന് യേഹുവിൻ്റെ നേതൃത്വത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഏലിയാവും യേഹുവും ചാടിപ്പോകാതിരിക്കാൻ വേണ്ടി ക്രമീകരണം നടത്തി അവരെ പരമാവധി കൊന്നുകളഞ്ഞു, ഈ പുരോഹിതന്മാരെ. അവിടുന്ന് ചിലർ രക്ഷപ്പെട്ടു പോയി. അതാണ് സഭയ്ക്കകത്ത് വന്നത്. ഇനി ശ്രദ്ധിക്കണം, ഇതെങ്ങനെ ക്രൈസ്തവ സഭയ്ക്കകത്ത് വന്നു? വളരെ ശ്രദ്ധിക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇത് വന്നത് യേശുക്രിസ്തുവിൻ്റെ മരണശേഷം അപ്പോസ്തോലന്മാരുടെ കാലത്തിൻ്റെ അവസാനമായപ്പോൾ
അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ പോയ ശേഷം ശിഷ്യന്മാരെ പിന്നാലെ വലിച്ചു കളയുന്ന വിധത്തിലുള്ള ദുരുപദേഷ്ടക്കന്മാർ എഴുന്നേൽക്കും എന്ന് പറഞ്ഞേച്ച അപ്പോസ്തലനായ പൗലോസ് പോയത്. അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ, വചനവെളിപ്പാടുകളുടെ അധികാരത്തിൽ ജനത്തെ കൃത്യമായി നടത്തുന്നവരുടെ കാലം കഴിഞ്ഞപ്പോൾ, സഭയ്ക്കകത്തൊരു പ്രയർ ഗ്രൂപ്പ് രൂപപ്പെട്ടു. ശക്തമായി ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന, ശക്തമായി ആത്മീക ശുശ്രൂഷകൾ നടത്തുന്നു എന്ന് അഭിമാനിക്കുന്ന, ക്രൈസ്തവ സഭയുടെ സംരക്ഷണത്തിനും പുരോഗതിക്കും വേണ്ടി പ്രയത്നിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന ഒരു പ്രയർ ഗ്രൂപ്പ് രൂപപ്പെട്ടു. ആ പ്രയർ ഗ്രൂപ്പ് കർമ്മേൽ ഗ്രൂപ്പ് എന്നാണ് അതിന് പറയുക. ഇവരെങ്ങനെ വന്നു ചാടി എന്ന് നമ്മൾ അറിയണം. ഇവരുടെ സാമ്രാജ്യങ്ങൾ തകർന്നപ്പോൾ എന്തു ചെയ്തു? സാമ്രാജ്യങ്ങളുടെ ഒടുവിൽ പെർഗമൂസ് എന്ന സ്ഥലത്ത് വന്ന് ഈ സാത്താൻ സേവകർ, ഈ ആരാധകർ, പ്രൈസ് ദി ലോർഡ്, അങ്ങ് തമ്പടിച്ചു. അവിടം അവരുടെ കേന്ദ്രമാക്കി മാറ്റി. പെർഗമൂസ് സാത്താൻ്റെ സിംഹാസനമുള്ള സ്ഥലം എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു കാരണം ഇതാണ്. വേറൊരു കാരണവും കൂടിയുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. സ്തോത്രം. പെർഗമൂസിൽ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യനായിരുന്ന ആൻഡലൂഷ്യൻ തിയറി എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. ആൻഡലസ് എന്ത് ചെയ്തു? അയാൾ മരിച്ചപ്പോൾ ആൻഡലസിന്റെ ശിഷ്യനായ ഇത്രാഷൻ എന്ത് ചെയ്തു? ഈ ആളുകളെയും കൂട്ടി ഏതാണ്ട് BC 133 ആ സംവിധാനങ്ങളും ഭരണങ്ങളും ഒക്കെയായി നേരെ റോമിലേക്ക് വന്നു. അന്ന് റോം സാമ്രാജ്യമായിട്ടില്ല. BC 133 മറ്റു പല സാമ്രാജ്യങ്ങളും ശക്തിയാർജിച്ച് നിൽക്കുന്ന, റോം എന്ന സാമ്രാജ്യത്തിൻ്റെ പേര് പോലും ഇല്ലാത്ത കാലഘട്ടത്തിലാണ്. നമുക്കറിയാമല്ലോ, ഗ്രീക്ക് സാമ്രാജ്യം 4ആയി പിരിഞ്ഞതിൽ നിന്നാണ് റോമൻ സാമ്രാജ്യം, അതിൽ ഒന്നിൽ നിന്നാണ് റോമൻ സാമ്രാജ്യം രൂപപ്പെട്ടു വന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഇട്രാഷൻ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തെന്നറിയാമോ? റോമിൽ ചെന്നിട്ട് അവിടെയുള്ള ആളുകളെയൊക്കെ മായാജാലങ്ങളും ഇന്ദ്രജാലങ്ങളും പൈശാചിക പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി വശീകരിച്ച് അവരെയൊക്കെ കൂട്ടി ഒരു പ്രാർത്ഥന ആത്മീക സംവിധാനമൊക്കെ രൂപപ്പെടുത്തി ജനങ്ങളെ ആകർഷിച്ച് അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡറായിട്ട് അദ്ദേഹം മാറി. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കണം. ഇവർക്ക്, അഥവാ ഈ സ്തോത്രം, ഈ പൈശാചിക ആരാധനാക്രമത്തിനനുസരിച്ച് വളർന്നു വരുന്ന ആളുകളിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒരാളുണ്ടായിരിക്കും. അയാൾക്ക് പൊന്തിഫസ് മാക്സിമസ് എന്നാണ് പറയുക. പൊന്തിഫിക്സ് മാക്സിമസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹാനായ പുരോഹിതൻ. പൊന്തിഫിക്സ് എന്ന വാക്കിനർത്ഥം പാലം പണിയുന്നവൻ എന്നാണ്. ദൈവത്തിങ്കിലേക്ക് നഷ്ടപ്പെട്ടു പോയ മനുഷ്യവംശത്തിനൊരു പാലം പണിത് കൊടുത്ത് ആ ബന്ധം പുതുതായി സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആ ദൈവത്താൽ ആക്കി വയ്ക്കപ്പെട്ട വ്യക്തി എന്ന വ്യാജ അഭിനയ നാമത്തിലാണ് അവർ ഓരോരുത്തരുമായിരുന്നത്. ബാബിലോണിൽ ആ പൊന്തിഫസ് മാക്സിമസ് ആരായിരുന്നു? ബാബിലോണിയൻ ചക്രവർത്തിമാരായിരുന്നു. അവർ ഊഴമിട്ട് ഭൂമിയിലെ സാത്താൻ്റെ പുരോഹിതന്മാരായി മാറി. അങ്ങനെ ഒടുവിൽ വന്ന് പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, എത്തുബാൽ, ടൈർ, സീദോൻ പട്ടണങ്ങളിലെ എത്തുബാലിലേക്ക് വരുമ്പോൾ അയാളായിരുന്നു അവിടുത്തെ സാത്താന്യ പുരോഹിതൻ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ടോ? എതിർ ക്രിസ്തുവിൻ്റെ ഭരണം വരുമ്പോൾ സാത്താൻ്റെ കയ്യിലേക്ക് ലോകത്തെ മുഴുവനുമായി കൊണ്ടുവരേണ്ടതിന് ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ ഈ മനുഷ്യ സമുദായ കടലിൻ്റെ അടിയിലൂടെ ഒരു രഹസ്യ പദ്ധതി ഒരുക്കി സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പിശാച്. അവന്റെ പ്രവൃത്തികൾ അവന്റെ വിജയത്തിലേക്ക് വരികയാണ്. അത് വിജയിച്ച് സഭയെ പരിപൂർണമായി കീഴടക്കാൻ വേണ്ടി ആരംഭിച്ചതാണ് AD 378 കർമ്മേലിലെ പ്രയർ ഗ്രൂപ്പ്. ഇതിനിടയ്ക്ക് അതിനുശേഷം എന്തായി? സ്തോത്രം, ഈ ആ പൊന്തിഫിസ് മാക്സിമസ് ആയിട്ട് വളർന്ന് ആ പദവി വളർന്ന് ജനങ്ങളെ കൂടുതൽ കൂട്ടി അവസാനം റോമൻ ചക്രവർത്തി എന്നൊരു പദവി രൂപപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ജൂലിയസ് സീസർ BC 64 ആദ്യത്തെ പൊന്തിഫസ് മാക്സിമസ് ആയി. ജൂലിയസ് സീസറിനെ കുറിച്ച് നമ്മൾ നാടകങ്ങൾ, ബെർണാഡ് ഷാ എഴുതിയിട്ടുള്ളതൊക്കെ, നമ്മൾ ഷേക്സ്പിയർ എഴുതിയിട്ടുള്ളതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്.
പഠിപ്പിച്ചിട്ടുണ്ട്. ജൂലിയസ് സീസറിന് നമ്മൾ ആരും കാണാത്തൊരു മുഖമുണ്ട്. ജൂലിയസ് സീസറിൻ്റെ മുഖം എന്താണ്? ജൂലിയസ് സീസറിൻ്റെ സ്വഭാവം എന്താണ്? ഹ്യൂമനിസ്റ്റാണ് ജൂലിയസ് സീസർ. ചക്രവർത്തിമാരിൽ അപൂർവമായി കാണുന്നൊരു ക്വാളിറ്റിയാണ് ഈ ഹ്യൂമനിസ്റ്റിക് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഹ്യൂമനിസ്റ്റിക് ക്വാളിറ്റിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ആളാണ് ആര്? ജൂലിയസ് സീസർ. അതേസമയം അയാൾ ആരായിരുന്നു? സാത്താൻ്റെ ഭൂമിയിലെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുരോഹിതനായിരുന്നു. ജൂലിയസ് സീസറിന് ശേഷം റോമൻ ചക്രവർത്തിമാർ ആ പദവി എടുത്തു. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ പദവിയിലേക്ക് ഏത് ചക്രവർത്തിയാണ് വരുന്നത്, അവനായിരിക്കും ഏറെക്കുറെ ലോകം ഭരിക്കുന്നത്. അതാണ് ഈ 7 തലകളുടെ ചിത്രത്തിലൂടെ നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സാത്താനെ ഒന്ന് സേവിച്ചാൽ, കർത്താവിനോട് സാത്താൻ അതാ പറയുന്നത്, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം നിന്റേതാ, ഇതെല്ലാം എൻ്റെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇങ്ങനെ അവൻ നുണ പറഞ്ഞൊന്നുമല്ല, അവൻ്റെ പക്കലായി കാര്യങ്ങളൊക്കെ. ഭൂമി അവൻ്റെ കയ്യിലോട്ട്, നീ എന്താന്ന് വെച്ചാൽ ചെയ്യ്, നിനക്ക് ഇയ്യോബിനെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ എന്താന്ന് വെച്ചാൽ നീ ചെയ്യ്, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യ്, അവസാനം നിന്നെ ഇല്ലായ്മ ചെയ്തിട്ട് ഞാൻ ഈ ഭൂമിയെ ഹല്ലേലൂയ സ്തോത്രം ശുദ്ധീകരിച്ചെടുക്കുന്നൊരു ദിവസം വരികയാണ്. അതിനുവേണ്ടി ദൈവം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. സ്തോത്രം. ചിലർ ചോദിക്കാറുണ്ട്, എൻ്റെ മാനെ ദൈവത്തിന് ചെയ്ത്താനെ അങ്ങ് കൊല്ലാൻ പാടില്ലേ? അങ്ങനെ കൊല്ലൂല. അവനെ കൊല്ലത്തേ ഇല്ല. അവൻ നിത്യ നരകശിക്ഷയിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അവൻ്റെ പുറകെ പോകുന്നവരും അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പോവുകയാണ്. പിന്നെ എന്തിനാ ഇവൻ അവസരം കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവമക്കളെ ഇട്ട് കൊടുത്തിരിക്കുക. എന്തിനാ? നിനക്ക് പറ്റുന്നവനെ പിടിച്ചോണ്ട് പൊക്കൂ. സ്തോത്രം. സ്തോത്രം. നീ പറ്റിച്ചാൽ, നീ കളിപ്പിച്ചാൽ, നീ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്താൽ, നീ പറഞ്ഞാൽ കേൾക്കുന്നവനെ കൊണ്ട് നീ എന്ത് ചെയ്തോ? പൊക്കോ. ഇയ്യോബിനെ പോലെ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുമെന്ന് പറഞ്ഞ് തെളിയിക്കപ്പെടുന്ന ഒരു ഓഹരി എനിക്ക് ഭൂമിയിലുണ്ട് സാത്താനെ എന്നാണ് ഇന്ന് രാത്രിയും എന്നെയും നിന്നെയും ഓർത്ത് അഭിമാനിക്കുന്ന ദൈവം പറയുന്നത്. ഒന്ന് കൈയടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. അപ്പൊ നമുക്ക് ശരിക്കും ദൈവത്തോട് സ്നേഹമുണ്ടോ, നമ്മൾ ശരിക്കും ദൈവത്തെ ദൈവമെന്ന് അംഗീകരിക്കുന്നുണ്ടോ എന്ന പരിശോധനയ്ക്കകത്തുകൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ പരിശോധനയുടെ കാലത്തിലെ കഷ്ടത ഭയങ്കരമാണ്. അതുകൊണ്ടാ പാട്ടുകാരൻ പാടിയത്, കഷ്ടത പെരുകി വന്നാൽ നൊടി നേരത്തിൽ തീരുമത്, അതിൻ പ്രതിഫലമോ ദിവ്യ തേജസ്സിന്റെ നിത്യ ഘനമാണെന്നോർത്തിടുക. കരങ്ങളടിച്ചൊന്ന് ദയവായി പാടാമോ? അറിയാവുന്ന പാട്ട്. കഷ്ടത പെരുകി വന്ന നൊടി നേരത്തിൽ തീരുമത്, കഷ്ടത പെരുകി വന്ന നൊടി നേരത്തിൽ തീരുമത്, അതിൻ പ്രതിഫലമോ ദിവ്യ തേജസ്സിന്റെ നിത്യഗാനമാണെന്നോ തീരുക. അതിൻ പ്രതിഫലമോ ദിവ്യ തേജസ്സിന്റെ നിത്യഗാനമാണെന്നോ തീരുക. നിന്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുപോൽ പൂർണ്ണമായി സമർപ്പിക്കുക. നിന്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുപോൽ പൂർണ്ണമായി സമർപ്പിക്കുക. കഷ്ടത പെരുകി വന്ന നൊടി നേരത്തിൽ തീരുമത്, അതിൻ പ്രതിഫലമോ ദിവ്യ തേജസ്സിന്റെ നിത്യഗാനമാണെന്നോർത്തിടുക. അതിൻ പ്രതിഫലമോ ദിവ്യ തേജസ്സിന്റെ നിത്യഗാനമാണെന്നോർത്തിടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കഷ്ടത നമ്മുടെ അവകാശം. അതിനകത്താണ് നമ്മൾ തെളിയിക്കപ്പെടുന്നത്. സ്തോത്രം. അതുകൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കഷ്ടതയുടെ തീച്ചുളകൾക്കകത്തുകൂടെ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തെ, ആ ജനത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുവാൻ തക്കവണ്ണം ഞാൻ ജീവനോടിരിക്കേണ്ടതല്ലായിരുന്നു, എന്നാൽ എൻ്റെ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നു എന്ന് പറയുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഷ്ടതയ്ക്കകത്ത് ദൈവത്തെ പ്രാകുന്നതിന് പകരം, കഷ്ടതയ്ക്കകത്ത് പിറുപിറുത്ത് പിന്മാറ്റത്തിലേക്ക് പോകുന്നതിന് പകരം ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുത്ത് പറ്റി
ചേർന്ന് നിന്ന് ആത്മീക ജീവിതം വിജയിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ പറയട്ടെ, ഈ ഭൂമിയിൽ നിനക്ക് കാൽക്കാശിന്റെ സ്വത്തില്ലെങ്കിലും, നിനക്ക് യാതൊരു വസ്തുവകയും ഇല്ലെങ്കിലും, ഇന്ന് രാത്രി നിനക്കൊരു മഹാമൂലധനമുണ്ട്. അത് പ്രപഞ്ച സൃഷ്ടിതാവായ ദൈവമത്രേ, യേശു ക്രിസ്തുവത്രേ. അവൻ നിന്റെ ഓഹരിയാകുന്നു. അപ്പോൾ റോമൻ ചക്രവർത്തിമാർ, സ്തോത്രം, ജൂലിയസ് സീസർ മുതലുള്ളവർ ഈ പൊന്തിഫസ് മാക്സിമസിന്റെ കുപ്പായം എടുത്തിട്ടു. അങ്ങനെ ഇരിക്കെ ക്രൈസ്തവ സഭയിലേക്ക് വന്നു ഒരു റോമൻ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ പേര് കോൺസ്റ്റന്റൈൻ എന്നാണ്. അത് നിങ്ങൾക്കറിയാം. കോൺസ്റ്റന്റൈൻ വേറൊരു ലക്ഷ്യത്തിൽ വന്ന വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം സഭയ്ക്കകത്ത് അതിൻ്റെ ഭാഗമായി ജീവിക്കുമ്പോൾ തന്നെ അദ്ദേഹം പൊന്തിഫസ് മാക്സിമസ് എന്ന ആ പദവിയുടെ കുപ്പായം ധരിച്ചിരുന്നു. സ്തോത്രം. ആ പൈശാചിക പുരോഹിതൻ എന്ന പദവിയുടെ കുപ്പായം ധരിച്ചിരുന്നു. അതിനുശേഷം സ്തോത്രം, അദ്ദേഹത്തിന് ശേഷം വന്നൊരു ഭരണാധികാരി ഗ്രേഷ്യൻ ചക്രവർത്തി. അദ്ദേഹം പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നമുക്ക് ഈ തൊപ്പിയും കുപ്പായവും പാടില്ല, നമുക്ക് ഈ വിശുദ്ധ വടിയൊന്നും പാടില്ല, നമുക്ക് ഈ അടയാളങ്ങൾ പാടില്ല. ഇത് മുഴുവൻ ക്രിസ്തുവിന് വിരോധമാണ്, ഇത് മുഴുവൻ ദൂഷണ നാമങ്ങൾ നിറഞ്ഞതാണ്, ഇത് ദൈവത്തിനെതിരായിട്ടുള്ള ഒരു പൈശാചിക പരിപാടിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അതങ്ങോട്ട് ഊരി മാറ്റിവെച്ചു. ശരിക്കൊരു വിശ്വാസിയായി. ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ 378 AD 378 ഇത് സംഭവിക്കുന്നത്. എന്നാൽ 368 ഞാൻ നേരത്തെ പറഞ്ഞ കർമ്മേൽ ഗ്രൂപ്പ് സഭയ്ക്കകത്ത് കയറി പ്രാർത്ഥന നടത്താൻ തുടങ്ങി. അവർ ഉപവാസ പ്രാർത്ഥന, നമുക്കറിയാലോ ഇന്ന് സ്തോത്രം ആഗോള സഭയ്ക്കകത്ത് എന്തുമാത്രം ഗ്രൂപ്പ്. കൃപാസനം എന്നൊരു ഗ്രൂപ്പുണ്ട്, കൃപാസനം പത്രമുണ്ട്. ഇപ്പോൾ പലരും പെട്രോൾ അടിക്കാറില്ല അത്രേ ബൈക്കിന്, കാരണം കൃപാസനം പത്രം കീറി ബൈക്കിനകത്തിടുക അത്രേ. അതുപോലെ തന്നെ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉള്ളവർ ബനിയനകത്ത് കൃപാസനം പത്രം എടുത്തു വെച്ചാൽ മതി. RSSകാരായിരിക്കുന്ന എൻ്റെ ചില സുഹൃത്തുക്കൾ പോലും കടകളിൽ ഈ കൃപാസനം പത്രം ഈ സ്തോത്രം ചില്ലിനടിയിൽ വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അത് ഏത് വഴിക്ക് ഒരു നന്മ വരിക എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതിലേ വരുന്നെങ്കിൽ അതിലേ വന്നോട്ടെ എന്നുള്ള സ്റ്റൈലിൽ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അത് ഈ സാത്താന്യ പദ്ധതി ഒരു ഗ്രൂപ്പാണ്. ഇതുപോലെ ഒരുപാട് ഗ്രൂപ്പുകൾ യേശുക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് സഭകൾക്കകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉപദേശ വ്യവസ്ഥയുടെ വ്യക്തമായ കണ്ണടയിലൂടെ നമ്മൾ പരിശോധിക്കണം, സ്കെയിൽ വെച്ച് നോക്കണം, കാനോൻ വെച്ച് നോക്കണം, ഇത് എവിടുന്ന് വരുന്നതാണ് എന്ന്. അപ്പോൾ കർമ്മേൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് AD 368 പ്രവർത്തനം ആരംഭിച്ച ഗ്രൂപ്പ് 378 ആയപ്പോഴേക്കും ജനങ്ങൾക്കിടയിൽ ഭയങ്കര സ്വാധീനമുണ്ടാക്കി. അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ പിന്നീട് വന്ന ഏറ്റവും വലിയ സഭാ നേതാവായിട്ട് അവരിൽ ഒരുത്തൻ മാറി. അവന്റെ പേരാണ് ദമസ്യൂസ്. ആ ദമസ്യൂസ് ആരായി മാറി? ദമസ്യൂസ് ഗ്രേഷ്യൻ ചക്രവർത്തിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അച്ഛൻ ആ തൊപ്പിയും വടിയും കൊടയും കുപ്പായവും ഒക്കെ മാറ്റി വെച്ചിരിക്കുമല്ലോ, അതെ അച്ഛനത് എനിക്കിങ്ങ് തന്നേക്കുവോ? അത് ഞങ്ങൾ എടുത്തോളാം. ഉടനെ ഗ്രേഷ്യൻ ചക്രവർത്തി അതങ്ങ് കൊടുത്തു. ഇതൊക്കെ എടുത്തണിഞ്ഞുകൊണ്ട് ക്രൈസ്തവ സഭയ്ക്കകത്ത് ഈ പൊന്തിഫസ് മാക്സിമസ് എന്ന പൈശാചിക സ്ഥാനം സഭയ്ക്കകത്ത് വന്നു. സ്തോത്രം പറഞ്ഞാട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എൻ്റെ വിചാരം. ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്. ആ പൈശാചിക പദവി സഭയ്ക്കകത്ത് വന്നു. എന്നിട്ട് ഈ പൊന്തിഫസ് മാക്സിമസ് ആയിട്ടുള്ള ഈ സ്തോത്രം വ്യക്തി ദമസ്യൂസ് അദ്ദേഹത്തിൻ്റെ പുരാതന ബാബിലോണിയ ആചാരങ്ങളെ മുഴുവൻ പെയിന്റ് അടിച്ചു മാറ്റി സഭയ്ക്കകത്ത് കയറ്റി. എല്ലാവരുടെയും വീട്ടിൽ പുതിയ നിയമമില്ല, എല്ലാവരുടെയും വീട്ടിൽ നമുക്കുള്ളതുപോലെ ബൈബിളില്ല. ഈ ദമസ്യൂസ് എന്ന് പറയുന്ന പോപ്പ് പറയുന്നതാണ് ഉപദേശം. സ്തോത്രം. ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കൈപോക്കിയാട്ട്. ദമസ്യൂസ് എന്ന് പറയുന്ന പോപ്പ് ഉണ്ടായത് അങ്ങനെയാണെന്നാ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. ഇത് ദൈവം പഠിപ്പിക്കുന്നത് പറയാനാ. അല്ല നമ്മളാരും ആലോചിക്കപ്പെടുത്തണ്ട, ബുദ്ധിമുട്ടിക്കണ്ട എന്നൊക്കെ ഓർത്ത് നമ്മൾ പോയാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം.
കാര്യം പറയുമ്പോൾ ഇച്ചിരി ഉപദ്രവം ഉണ്ടാവും, ഇച്ചിരി വിഷമം ഉണ്ടാവും, ഇച്ചിരി വെറുപ്പുണ്ടാവും. അത് പിടിക്കാനും മേടിക്കാനും കൂടിയാണ് നമ്മൾ ഈ പണിക്ക് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്ക് എങ്ങോട്ടും ഓടി ഒളിക്കാനില്ല. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അല്ലാതെ ഇത് സുഖമായ പരിപാടിയൊന്നുമില്ല. നാടകം കളിക്കുന്ന പോലെ രസമുള്ള പരിപാടിയൊന്നുമല്ല. നാടകം കളിക്കുമ്പോൾ ഈ നാടകത്തിനോടും നടീനടന്മാരോടും ആൾക്കാർക്ക് ഒരു ഇഷ്ടം ഉണ്ടാകും. പക്ഷേ ഇതിനകത്ത് കൃത്യമായി വചനം പറഞ്ഞാൽ മുമ്പിലിരിക്കുന്നവരൊക്കെ വെറുപ്പോടുകൂടി എഴുന്നേറ്റ് പോകുന്നത്, സ്റ്റേജിലിരിക്കുന്നവരും വെറുപ്പോടുകൂടി എഴുന്നേറ്റ് പോകുന്നത്. ആ വെറുപ്പാണ് നമ്മുടെ പ്രതിഫലം. ആ വെറുപ്പ് നമ്മളങ്ങോട്ട് സ്റ്റോക്ക് ചെയ്ത് ദൈവകരത്തിൽ ഏൽപ്പിക്കും. അത് നമുക്ക് പ്രതിഫലമായി മാറും. പ്രൈസ് ദി ലോർഡ്. അല്ല, എല്ലാവർക്കും സന്തോഷമാണെങ്കിൽ ഏതാണ്ട് കാര്യമായ തകരാറുണ്ടായിരുന്നു എന്നർത്ഥം. എല്ലാവരും ഉല്ലസിച്ചാ പോകുന്നെങ്കിൽ ദൈവോസനെ നല്ലതായിരുന്നു കേട്ടോ എന്നെല്ലാവരും വന്ന് പറഞ്ഞാൽ, ചിലർ പറയും വളരെ നല്ലതായിരുന്നെന്ന്, അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നല്ലതായിരുന്നു പറയും. അതൊരു നല്ല ക്വാളിറ്റി ആയാലും നമുക്ക് സന്തോഷം വരുമല്ലോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇഷ്ടപ്പെട്ടാലും നല്ലതാണെന്ന് പറയും. എന്നാൽ ഹല്ലേലൂയ, എല്ലാവരും നല്ലതാണ് എന്ന് പറയുമ്പോൾ, നല്ലത് നല്ലത് എന്ന് പറയുമ്പോൾ സൂക്ഷിച്ചു കൊള്ളണം. ലോകം നിന്നെ നോക്കി നല്ലത് എന്ന് പറയുന്നത് നിനക്ക് വളരെ ദോഷമായിരിക്കും. എന്നാൽ ലോകം നിന്നെ നോക്കി വെടക്ക് എന്ന് പറയുന്നത് നിനക്ക് വളരെ അനുഗ്രഹമായിരിക്കും. അപ്പോഴാ കർത്താവിന് വേണ്ടി തെളിയിക്കപ്പെടുക എന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്, അത് പൂർത്തീകരിക്കപ്പെടുമെന്ന് ഉറപ്പാക്കപ്പെടുന്നത്. സ്തോത്രം. ഈ മഹാവേശ്യ എന്ന പദവി അന്ന് സഭയ്ക്ക് കിട്ടി. വേശ്യാവൃത്തിയുടെ പ്രത്യേകത എന്താ? ആ മഹാവേശ്യ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അതിന് രണ്ടർത്ഥമുണ്ട്. ബാബിലോണിൽ ഈ സംരംഭം ആദ്യം ആരംഭിച്ചപ്പോൾ വേശ്യാവൃത്തി വിശുദ്ധ തൊഴിലായിട്ട് അവർ കണ്ടിരുന്നു. ക്ഷേത്രങ്ങളിൽ വെച്ച് വേശ്യാവൃത്തി അനുവദിക്കപ്പെട്ടിരുന്നു. ദേവപ്രീതിക്ക് വേണ്ടി വേശ്യാവൃത്തി നടത്തിയിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഇയ്യോബ് ആ കാലഘട്ടത്തിൽ ജീവിച്ചവനായതുകൊണ്ട് അത് ലോകത്തെ മുഴുവൻ സെമിറാമീസ് എന്ന വേശ്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആ ആഗോള വേശ്യാവൃത്തി അങ്ങനെ പുരോഗമിച്ചു വരുമ്പോൾ, ആ മതം പുരോഗമിച്ചു വരുമ്പോൾ, ആ മതത്തിനകത്ത് നിന്നാണ് എബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ച് കൊണ്ടുപോകുന്നത്. ആ കാലത്തെ മതത്തിൻ്റെ പ്രധാന ആചാര്യനായിരുന്ന നിനസ് മരിക്കുമ്പം, എബ്രഹാമിന്, നിമ്രോദിൻ്റെ മകൻ നിനസ് മരിക്കുമ്പം എബ്രഹാമിന് 50 വയസ്സ് മാത്രമാണ് പ്രായമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിന് സമകാലികനാണ് ചരിത്രപരമായി പഠിക്കുമ്പോൾ. സ്തോത്രം. എബ്രഹാം എന്ന് പറയുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർവ്വപിതാവ്. സ്തോത്രം. നോക്കുക, ഇയ്യോബ് പറയുന്നത്, എൻ്റെ ഹൃദയം ഒരു സ്ത്രീയെങ്കിൽ ഭ്രമിച്ചു പോയെങ്കിൽ എന്നൊരു പ്രയോഗമുണ്ട്. അത് കുറ്റകരമാണ്, അത് ശിക്ഷിക്കപ്പെടേണ്ട കാര്യമാണ്. സ്തോത്രം. അത് ആ ഭ്രമിച്ചു പോയെങ്കിൽ ഹല്ലേലൂയ എന്ന പ്രയോഗമുണ്ടല്ലോ, വാസ്തവത്തിൽ ഒരു മനുഷ്യ സ്ത്രീയെക്കുറിച്ചല്ല അവിടെ പറയുന്നത് എന്നാണ് നല്ല വിവരമുള്ള കമൻറ്റേറ്റേഴ്സ് മുഴുവൻ അതിന് കമൻട്രി എഴുതിയിരിക്കുന്നത്. ആ കാലത്ത് ലോകത്തെ മുഴുവൻ വശീകരിച്ച് വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിക്കുന്ന പൈശാചിക സർപ്പ സൗന്ദര്യത്തിൻ്റെ ഉടമയായ നിമ്രോദിൻ്റെ ഭാര്യയും നിനസിൻ്റെ അമ്മയും പിന്നീട് നിനസിൻ്റെ ഭാര്യയുമായി മാറിയ സെമിറാമിസ് എന്ന സ്ത്രീയുടെ സൗന്ദര്യത്തിൻ്റെ മായിക വലയത്തിൽ ലോകം പിടിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം അവളിൽ ഭ്രമിച്ചു പോയിട്ടില്ല. എൻ്റെ ഹൃദയം ലോകത്തിൻ്റെ മതങ്ങളിൽ ഭ്രമിച്ചു പോയിട്ടില്ല. എൻ്റെ ഹൃദയം ലോക മതങ്ങൾ അനുഷ്ഠാനങ്ങളിലൂടെ പ്രദാനം ചെയ്യുന്ന ഇന്ദ്രിയ രസവേദ്യമായ അനുഭവങ്ങളിലേക്ക് വലിഞ്ഞു പോയിട്ടില്ല. ആത്മദൃഷ്ടികൾ തുറക്കുമ്പോൾ മാത്രം കാണുന്ന സർവശക്തനായ ദൈവത്തെയാണ് ഞാൻ കാണുന്നത്. അവനെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളെങ്കിലും എൻ്റെ ഹൃദയം അവൻ്റെ പിന്നാലെ മാത്രമേ നിൽക്കൂ. അതാണ് ഇയ്യോബിൻ്റെ ഭാഷ്യം. ഇയ്യോബിനെയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ലോക ചരിത്രത്തിൻ്റെ പുരാതന സങ്കേതങ്ങൾ, പൈശാചിക മതങ്ങളുടെ പുരാതന സങ്കേതങ്ങളൊക്കെ വളരെ വിശദവും വ്യക്തമായി പരിശോധിച്ചതിന് ശേഷം ഒന്ന് വായിച്ചു നോക്കൂ. അത്ഭുതങ്ങളുടെ ഒരു കലവറ, ആത്മിക വിജ്ഞാനത്തിൻ്റെ അത്ഭുതങ്ങളുടെ കലവറകളിലേക്ക് നിങ്ങൾ തുറന്നു കയറുന്ന അനുഭവം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ വർഷങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങൾ പഠിച്ചു പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. 3-4 ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു ലൈബ്രറി എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ പണി ഈ സത്യങ്ങൾ അന്വേഷിക്കല. അതുകൊണ്ടാണ് ഞാനിത് വെളിപ്പെടുത്തുന്നത്. ഇതുപോലൊരു 100 സ്റ്റേജുകളിൽ 5-6 മണിക്കൂർ ദിവസം പറഞ്ഞാലും തീരാത്ത ദൈവജനം അറിയേണ്ട ഡാറ്റ എൻ്റെ കയ്യിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിലേക്കൊന്നും വിവരമായി കടന്നു പോകാൻ നമ്മുടെ ഒരു മീറ്റിങ്ങിലും സമയം തികയാറില്ല. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, സമയം അവസാനിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ മഹാവേശ്യ എന്ന് പറഞ്ഞാൽ എന്തിനേയും സ്വീകരിക്കുന്നവളാണ് വേശ്യ. അവൾക്ക് ഭർത്താവ് മാത്രമല്ല, എല്ലാ പുരുഷന്മാരെയും സെയിമാണ്.
വേശ്യാവൃത്തിയുടെ ആദ്യത്തെ പ്രത്യേകത അതാണ്. സഭ ഡെമസ്യൂസിന്റെ നേതൃത്വത്തിൽ ഒരു വേശ്യാവൃത്തി നടത്തി. എന്താ? ദൈവം അരുതെന്ന് പറഞ്ഞ് മാറ്റിവെച്ചതെല്ലാം അകത്തോട്ട് കൊണ്ടുവന്നു. ക്രൈസ്തലോ, പണ്ട് ബാബിലോണിൽ സൂര്യഭഗവാനായിട്ടുള്ള നിനസിന്റെ ജന്മദിനം അവർ പെയിന്റ് അടിച്ച് മാറ്റി ക്രിസ്തുമസ് ആയിട്ട് സഭയ്ക്കകത്ത് കൊണ്ടുവന്നു. മനസ്സിലായോ? സ്തോത്രം. ക്രിസ്തുമസ് ആയിട്ട് അകത്ത് കൊണ്ടുവന്നു. നിനസിന്റെ ജന്മദിനമാണ് ഡിസംബർ 25. രാത്രി ബാബിലോണിയർ അത് ആഘോഷിക്കുമായിരുന്നു, സൂര്യഭഗവാനായ നിനസ്. ആ ആഘോഷം നടത്തുമ്പം അവൻ്റെ അടുത്ത് അവരൊരു മരത്തിൻ്റെ കൊമ്പ് വയ്ക്കുമായിരുന്നു. അതാണ് ഇപ്പം നമ്മൾ വയ്ക്കുന്ന ക്രിസ്മസ് ട്രീ. ക്രൈസ്തലോ, എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം പെന്തക്കോസ്ത് സഭകൾക്കകത്ത് ഡിസംബർ 24 രാത്രി ക്രിസ്മസ് ട്രീയും പുൽക്കൂടും വെച്ച് ചടങ്ങ് നടത്തുന്ന പരിപാടിയുണ്ട്. ക്രൈസ്തലോ, പിന്നീട് ഈസ്റ്റർ യേശുവിൻ്റെ ഉയർപ്പാണെന്ന അല്ല, അത് ഇഷ്ടാർ ദേവതയുടെ ജനന പെരുന്നാളാണ്. ബാബിലോണിയർ ആചരിച്ചിരുന്നതാ. ആകാശത്ത് നിന്നൊരു മുട്ട യൂഫ്രട്ടീസ് നദിയിൽ വീണു. ആ മുട്ട മത്സ്യങ്ങൾ ഉരുട്ടി കരയ്ക്ക് കയറ്റി. ആ മുട്ട പക്ഷികൾ പൊരുന്നിരുന്നു. അത് വിരിഞ്ഞ് ഇഷ്ടാർ ദേവത പുറത്തു വന്നു. സ്തോത്രം. വേശ്യാവൃത്തി എന്ന് പറഞ്ഞാൽ അതാണ്. സ്തോത്രം. ഇങ്ങനെ ദൈവവചനത്തിന് വിരുദ്ധമായ സകല കാര്യങ്ങളും സഭയ്ക്കകത്ത് വലിച്ചു കയറ്റി ലോകം മുഴുവൻ നിറയുന്നൊരു പ്രസ്ഥാനമായി വളർന്നു പൊങ്ങിയ ആ സംവിധാനത്തെ സ്തോത്രം കയ്യിന്റെ കാലം മുതൽ ആരംഭിച്ച ദൈവത്തിന് വിരോധമായ സംവിധാനത്തെ കംപ്ലീറ്റ് നശിപ്പിച്ചു കളയുന്ന ദിവസമാണ് നമ്മൾ സ്തോത്രം കാണുന്നത് 17-ാം അധ്യായത്തിൽ. അതിനുശേഷമാണ് കർത്താവ് ഇറങ്ങി വരുന്നത് വേറൊരു യുദ്ധത്തിന് വേണ്ടി. എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് തീരുകയല്ല. അടുത്ത ദിവസം കർത്താവ് അനുവദിച്ചാൽ ഈ വിഷയം കണ്ടിന്യൂ ചെയ്യണമെന്ന് ദൈവാത്മാവ് പ്രേരിപ്പിച്ചാൽ സ്തോത്രം അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. വളരെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ വരിക. പറ്റുന്നവരെയൊക്കെ വിളിച്ചുകൊണ്ട് വരിക. കാരണം എപ്പോഴും ഒന്നും നമുക്കിതൊന്നും നടത്താൻ പറ്റുകയില്ല. ഒരവസരം ദൈവാത്മാവ് തരുമ്പം വന്ന് ശ്രദ്ധിക്കുക. നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു.